നമുക്ക് ഒന്നിനും നമ്മളുടെ വിശ്വാസവും ഒരുപക്ഷെ നമ്മളുടെ കരവും കർത്താവിന് ആവശ്യമുണ്ടായിരിക്കാം. പക്ഷെ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യരുമല്ല. പൗലോസ് പറയുമ്പോൾ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമാണ്. നമ്മളെയൊക്കെ കർത്താവിന് ആവശ്യമുണ്ട്. അവന്റെ കൈകളാകുവാൻ ആവശ്യമുണ്ട്. അവന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ ആവശ്യമുണ്ട്. പക്ഷേ നാം ഒരിക്കലും നമ്മെ കൊണ്ട് നാം അല്ല ചെയ്യുന്നത്. നമുക്കായി നമ്മളോട് സ്നേഹമുള്ള കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരെ ഓരോ കാര്യങ്ങൾക്കായി ആക്കി വെക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം ശിഷ്യന്മാരെ നിയമിക്കുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? അനന്തരം അവൻ 12 ശിഷ്യന്മാരെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പാരാഗ്രാഫ്. പത്രോസ് എന്ന പേരുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമാസ്, തിരുക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, ശീമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കാരിയോത്ത യൂദ. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുന്നു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും. 12 പേരെ യേശു അയക്കുന്ന ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. യേശു അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, യേശു അവരോട് പറഞ്ഞത് എന്തെന്നാൽ എന്നല്ല അവിടെ വായിക്കുന്നത്. യേശു ഒരു ആജ്ഞാപനം നടത്തുകയാണ്. ആജ്ഞാപനം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കമാൻഡ് എന്ന് പറയാം, അല്ലെ? ശക്തമായി അവരോട് കൽപ്പിക്കുകയായിരുന്നു. എല്ലാ സ്ഥലത്തും പലയിടങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞു, യേശു അവരോട് ഉപമകളാൽ സംസാരിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഇവരെ വിളിച്ചിട്ട് യേശു അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ആജ്ഞാപിക്കാനുണ്ട്. ഈ ആജ്ഞാപനം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? ഘോഷിക്കണം. പിന്നെയോ രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. ആമേൻ. സൗജന്യമായി കൊടുക്കണം. ഇതൊരു ആജ്ഞയാണ്. കർത്താവിന്റെ ആജ്ഞയുടെ ഭാഗമായി കർത്താവ് വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് പറയുക, ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറയേണ്ടത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്ന് നിത്യത പ്രസംഗിക്കപ്പെടുന്നത് വളരെ കുറവാണ്. ആമേൻ. യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് ആളുകൾ പറയും, യേശു നിന്റെ രോഗത്തിൽ നിന്ന് നിനക്ക് മോചനം തരുമെന്ന് പറയും, രക്ഷയും പറയും. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കാൻ ഇന്ന് പലരും ഇല്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, സൗജന്യമായി കൊടുക്കുവാനും, ആമേൻ, രോഗികളെ സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനും, ആമേൻ, സ്വർഗരാജ്യം പ്രസംഗിക്കാനും, ഇതിനാണ് ഒരു ഭക്തൻ ആമേൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദൈവ പൈതൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കണം. ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്. കാരണം സാത്താൻ മിന്നൽ പോലെ എപ്പോ വേണമെങ്കിലും വീഴാമായിരുന്നിട്ടും ആമേൻ അതിനെ ശാസിച്ച് ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ആമേൻ ഈ കൃപയിൽ ഇങ്ങനെ ഓടിക്കുന്നതുണ്ടല്ലോ. ആമേൻ കാറ്റ് പലപ്പോഴും കുത്താതെ ഓടിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരൊറ്റ കാരണം ആമേൻ കർത്താവിന്റെ വിളിയും തിരഞ്ഞെടുപ്പുമാണ്. നാം അത് എപ്പോഴും ഗ്രഹിച്ചു കൊള്ളണം. അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഭയത്തോടെ വേണം നമ്മുടെ പ്രവാസകാലം കഴിക്കാനായിട്ട്. നമ്മളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും നാം വളരെ വ്യക്തമായി ഓർക്കേണ്ടത് സ്വർഗരാജ്യം പ്രസംഗിക്കുന്നവരായി നാം മാറണം. അത് സമീപമായിരിക്കുകയാണ്. നിത്യത നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. അവൻ വാതുക്കലാണ്, കർത്താവ് വാതുക്കലാണെന്നുള്ള ബോധ്യം ഒരു ക്രിസ്തീയ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം. അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗഖ്യവും നിങ്ങളെയൊക്കെ പലരെയും കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആമേൻ പല സഭകളിലും പോകുമ്പോൾ എനിക്ക് അത്രയും ഒരു ഫ്രീഡത്തോടുകൂടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മുഖം നോക്കാറില്ല. ഒരാളുടെ മുഖം നോക്കിയുള്ള പ്രസംഗവും അതിനകത്തുനിന്ന് കിട്ടുന്ന 1 രൂപ എനിക്ക് വേണ്ട. ആ കാര്യത്തിൽ നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയാം, നിങ്ങളിൽ പലരെയും ദൈവം കണ്ടിരിക്കുന്നത് കർത്തൃ ശുശ്രൂഷയുടെ ഭാഗമാക്കായി ദൈവരാജ്യത്തിന്റെ കെട്ടുപണി നിങ്ങളിൽ കൂടെ ശക്തമായി പുറത്തു വരണമെന്നുള്ളതാണ്. ഞാൻ മടങ്ങി വരികയാണ്. കർത്താവിന്റെ ആജ്ഞ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളിലേക്ക്. കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കാനിടയായി തീർന്നു. 69 ആഴ്ചവട്ടം പൂർത്തിയാക്കിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഗൾഫ് അഥവാ ഒരു പ്രത്യേകമായ അവസരം തന്ന് കൃപായുഗത്തിന്റെ ഒരു മേഖല നമുക്ക് വേണ്ടി തുറന്നു തന്നു. ഇനി യഹൂദന് വേണ്ടി ഒരാഴ്ചവട്ടം ശേഷിക്കുന്നുണ്ട്. അതിനു മുൻപ് സഭ എന്ത് ചെയ്യും? ഇവിടുന്ന് എടുക്കപ്പെടുവാനിടയായിത്തീരും. അപ്പം ഈ കൃപായുഗം എന്ന് പറയുന്നത് അവൻ ഇസ്രായേൽ ഗ്രഹത്തിന്റെ ആ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് അവൻ വന്നു. എന്നാൽ അവർ അവനെ ഉൾക്കൊണ്ടില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. ഈ ഒരു അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാമിൽ നിന്ന് ജാതികളിലേക്ക് വെളിപ്പെടാൻ തക്കവണ്ണം ദൈവത്തിന്റെ രക്ഷ ആമേൻ ക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് ചെയ്തു? ലഭിക്കാനിടയായി തീർന്നു. ഒരുപക്ഷെ പലരും പ്രസംഗിക്കുന്നുണ്ട് അബ്രഹാമിന്റെ നന്മ ആമേൻ നമ്മളിലേക്ക് വരുന്നത് ക്രിസ്തുവിലൂടെയാണ്. അത് ഈ ഭൗതിക നന്മകളെന്ന്. ദൈവത്തിലെ ഭൗതികമായി ചിലപ്പോൾ നന്മകൾ ഉണ്ടായെന്നിരിക്കാം, എന്നാൽ ക്രിസ്തുവാണ് അബ്രഹാമിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട നന്മ. ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് അബ്രഹാമിലൂടെ നമുക്ക് വെളിപ്പെട്ട നന്മ. അതിന്റെ അകത്ത് ഈ പറഞ്ഞതുണ്ട്. കുഷ്ഠരോഗത്തിൽ നിന്നുള്ള ശുദ്ധിയുണ്ട്, ഭൂതബാധയിൽ നിന്നുള്ള വിടുതലുണ്ട്, ആമേൻ ലോകത്തിൽ നിന്നുള്ള സൗഖ്യമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി സ്വർഗരാജ്യം ആമേൻ നമുക്കുണ്ട് എന്നുള്ളതാണ്. കർത്താവിനോട് കൂടെ ചേരുവാനുള്ള പ്രതീക്ഷയും പ്രത്യാശയും സ്വർഗത്തിലെ ദൈവത്താൽ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ ജാതികളായിരുന്ന നാം, മാത്രമല്ല കാട്ടൊലിവായിരുന്ന നാം, കൃപയാൽ ആമേൻ നാട്ടൊലിവോട് ഒട്ടിച്ച് ചേർക്കത്തക്കവണ്ണം സ്വാഭാവിക കൊമ്പായിരുന്ന ഒലിവിനെ കുടിച്ചു അല്ലെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു? കർത്താവ് ഒരു പദവി തന്നിരിക്കുക. ഈ പദവി ശ്രേഷ്ഠമാണെന്ന് ഓർത്തുകൊണ്ട് വേണം നാം നമ്മുടെ ജീവിതയാത്ര കഴിക്കുവാനായിട്ട്. അത് നാം വളരെ ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി കർത്താവ് ആ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ വാക്യഭാഗങ്ങൾ ഒന്ന് വായിക്കണം. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണമേ, ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ടത് എന്താണ്? ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകൾക്കിടയിൽ മാത്രം നിങ്ങൾ ചെന്ന് എന്ത് ചെയ്യണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കാനിടയായി തീരണം. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണാൻ കഴിയുന്നത് ഇസ്രായേൽ ഗ്രഹത്തിൽ നിന്ന് കാണാതെ പോയവരുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തി ഈ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിലവിളിക്കുന്നതായിട്ടല്ല, മറിച്ച് സോർ സീദോൻ പ്രദേശങ്ങളിൽ നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നിട്ട് യേശുവിനോട് പറയുക, ദാവീദ് പുത്ര, നീ എന്നോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം, എന്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമായിരിക്കുന്നു. അവളുടെ പ്രശ്നം, അവൾ ജാതീയ സ്ത്രീയാ. കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഗ്രഹമല്ല, അവരിൽ നിന്ന് കാണാതെ പോയ ആടുകളിൽ ഒരെണ്ണമല്ല വരുന്നത്, മറിച്ച് ഒരു ജാതീയ സ്ത്രീയാണ് വരുന്നത്. യേശു എന്ത് ചെയ്തു? യേശുവിന്റെ ലക്ഷ്യവും ഉദ്ദേശവും തികയ്ക്കണം. അതായത് പിതാവ് അയച്ചത് സ്വന്തത്തിലേക്കാണ്. അതുകൊണ്ട് താൻ എന്ത് ചെയ്യുക? അവിടെ മൗനമായിരിക്കുക. തനിക്ക് മനസ്സലിവില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, കരുതലില്ലാഞ്ഞിട്ടല്ല, പക്ഷെ തന്നെ അയച്ചൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് താൻ വന്നതെന്നുള്ള ബോധ്യത്തോടുകൂടെ അവൻ താൻ മൗനമായിരിക്കുക. സ്നേഹത്തിൽ കുറവുള്ളത് കൊണ്ടല്ല അവൻ. പക്ഷെ അവിടെ ഈ സ്ത്രീ അവന്റെ പിന്നാലെ എന്ത് ചെയ്യുക? നിലവിളിച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ സ്ത്രീ നിലവിളിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ശിഷ്യഗണത്തിന് ഇവരെ 10-ാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നതാണ്? നിങ്ങൾ എവിടെ പോകരുത്,
ജാതികളുടെ ഇടയിലേക്ക് പോകരുതെന്ന് പറഞ്ഞതാ. ഇവളുടെ വേഷഭൂഷാദികൾ കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം അറിയാം, ഇവൾ ആരാണ്, ഒരു ജാതി സ്ത്രീയാണ്, ഒരു കനാന്യ സ്ത്രീയാണെന്നറിയാം. എല്ലാ രീതിയിലും അത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. എന്നിട്ടും കർത്താവ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ആമേൻ അവർ ഒരു നിമിഷത്തേക്ക് അത് മറന്നു. മനസ്സലിവ് കൊണ്ടാണ് അതല്ലേ. ആ സ്ത്രീ എന്ത് ചെയ്യുക, നിലവിളിച്ചുകൊണ്ട് പുറകെ വരികയാ. നീ എന്ത് ചെയ്യരുത്, അവളെ ഉപേക്ഷിക്കരുത്, അവളെ പറഞ്ഞയക്കണം, അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളെ ഓടിച്ചു വിടണമെന്നല്ല അവര് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അവർക്കൊരാജ്ഞ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എവിടെ പോകരുത്, ഈ സ്ഥലത്ത് പോകരുതെന്ന്. പക്ഷേ ആമേൻ അവര് ആ മനസ്സലിവ് അവരുടെ ഉള്ളിൽ, അതെനിക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരലിവിന്റെ ആ ഒരു കരുതലിന്റെ ഒരു ദയയുടെ ആ ഒരു അനുഭവമാണ്. അതെപ്പോഴും ആമേൻ നമ്മുടെ ഉള്ളിൽ അത് കയറി കഴിഞ്ഞാൽ നാം എത്ര വലിയ ദുഷ്ടരായിരുന്നാലും പിന്നത്തേതിൽ എന്ത് ചെയ്യും, ഒരു മാനസാന്തരത്തിന്റെ പുതുക്കത്തിന് ഹേതുകമായത് നമ്മിൽ എന്ത് ചെയ്യും, പുറത്തു വരാനിടയാക്കാം. ഇവർ യേശുവിനോട് പറയാ, യേശുവേ നീ അവളോട് എന്ത് ചെയ്യണം, ആമേൻ അവളെ പറഞ്ഞയക്കണം. എങ്ങനെയെങ്കിലും വെറുതെ പറഞ്ഞയക്കാനല്ല അവർ ആവശ്യപ്പെടുന്നത് കേട്ടോ. പക്ഷെ യേശു കർത്താവ് അവിടെ പറയുക, ഞാൻ വന്നത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ എന്നെ അയച്ചവന്റെ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പക്ഷേ ആമേൻ ഇവൾ പോകാൻ തയ്യാറല്ല, അവള് പുറകെ ചെല്ലുക. നമ്മളൊന്ന് വായിച്ചേ, പിന്നോട്ടുള്ള ഭാഗം ഒന്ന് വായിച്ചേ. എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കർത്താവേ നീ എന്നെ എന്ത് ചെയ്യണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകളുടെ ഇടയിലേക്കല്ല എന്നെ അയച്ചതെന്ന് പറയുമ്പോഴും അവൾ പിൻവാങ്ങാൻ തയ്യാറല്ല. നിന്റെ സഹായം കൂടാതെ ഇനി ഞാൻ മുമ്പോട്ട് പോകും. ദൈവത്തിലെ ഒരു പക്ഷേ ദൈവത്തിന്റെ മറുപടി പല സമയത്തും നമുക്ക് ഈ വിധത്തിൽ തോന്നിയേക്കാം. ഇന്നങ്ങനെ ഉണ്ടാകത്തില്ല എങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ഇപ്പോഴും മറുപടി ഇല്ലാതെ കിടക്കുകയാ. ആമേൻ. എന്തുകൊണ്ട് കർത്താവെ മറുപടി ഇല്ല, വിടുതലില്ല എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം പരിശോധിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ അത് അനുവദിച്ചെന്നിരിക്കും. ആമേൻ. വളരെ വ്യക്തമാണ് യേശു കർത്താവിന്റെ ഉത്തരം അവിടെ വ്യക്തമാണ്. ആണോ, എന്നെ അയച്ചത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ്, ആ കാര്യമാണ് ഇപ്പോൾ ഞാൻ ഒന്നാമത്തേതിൽ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ സുവക്തമായൊരു മറുപടി അവൻ യേശു കർത്താവ് കൊടുക്കുമ്പോഴും ആവശ്യക്കാരിയായ ഈ സ്ത്രീ എന്തോ ചെയ്യുന്നത്, യേശുവിന്റെ അടുക്കൽ ആദ്യം അവൾ പുറകെ ചെന്ന് നിലവിളിച്ചുകൊണ്ട് പിന്നെ അവൾ വന്ന കാൽക്കേ വീണ് നമസ്കരിക്കുക. പലപ്പോഴും നാം ഒരാളുടെ അടുക്കൽ ഒരു ആവശ്യത്തിന് വേണ്ടി കടന്നു എന്നാൽ ഒരു മറുപടി നോ എന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിരസിക്കുന്നതായ വിധത്തിലുള്ള എങ്ങും തൊടാത്തൊരു മറുപടിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുക? പിന്നെ ആ ഭാഗം വിട്ട് നമ്മൾ ഓടാനിടയായി തീരും. ആ ഭാഗത്തേക്ക് പിന്നെ നമ്മൾ പോകത്തില്ല. പക്ഷെ കർത്താവിലുള്ള വിശ്വാസം ഇവൾക്ക് കേട്ടറിവിൽ നിന്ന് പോലും അത്ര വലുതായിരുന്നു. ദൈവത്തിലെ യേശുവിനെ നീ അറിയുന്നെങ്കിൽ വിശ്വാസത്തോടുകൂടെ അവന്റെ പിന്നാലെ പോകുക. കർത്താവ് നമ്മെ കൈവിടുക. അവന്റെ പിന്നാലെ പോകുന്നവൻ അവൻ ആ വിശ്വാസത്തിന്റെ പങ്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നെങ്കിൽ പൂർണ്ണമായ വിടുതലുകൾ നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാണെന്ന് അറിഞ്ഞു. ഒരു വിഷയത്തിന്മേൽ കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പ്രവർത്തിച്ചു, പ്രയത്നിച്ചു, പക്ഷെ മറുപടിയില്ല ആമേൻ എന്ന് പറയുന്നിടത്ത് അവൻ കർത്താവിന്റെ പിന്നാലെ വിഷയം മാറ്റി വെക്കണ്ട. ആ വിഷയത്തിൽ നിന്ന് നീ പുറകോട്ട് പോകണ്ട. ഈ കാര്യവുമായിട്ട് നീ അവന്റെ പിന്നാലെ ചെല്ല്. വ്യക്തമായ മറുപടി, ഉറപ്പായ ആമേനുള്ള ഉത്തരവും സ്വർഗ്ഗത്തിലെ ദൈവത്താൽ ലഭ്യമാകുമെന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവൻ മറുപടി ഉത്തരവും നൽകുന്നത്. നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ് യേശുവിന്റെ വായിൽ നിന്ന് തന്നെ അവൾ കേൾക്കാനിടയായി തീർന്നത്. ഒരു നല്ല ഗുരുവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിരുത്സാഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴും അവൾ തീരുമാനിച്ചു, ഈ യേശുവിൽ ഒരു പ്രത്യേകതയുണ്ട്. യേശു ഹല്ലേലൂയ സൗഖ്യമാക്കുന്നവനും അവൻ ആത്മാക്കളുടെ ഉടയവനുമാണ് എന്നുള്ള വ്യക്തമായ ബോധ്യമായിരുന്നു. ദൈവത്തിലെ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ നിന്റെ വിഷയത്തിൽ നിന്ന് നീ പിന്മാറി പോകണ്ട. അയ്യോ അതിന്മേൽ നിരാശിതനാകണ്ട. കാര്യം ഇതുവരെ സാധിച്ചില്ല എന്നതുകൊണ്ട് നിരാശയുടെ ഹൃദയവുമായിട്ട് ആയിരിക്കുന്ന ദൈവജനത്തോട് എന്റെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിരാശപ്പെടേണ്ട. അവന്റെ പിന്നാലെ 18-ാം അധ്യായത്തിൽ വായിച്ചു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. അവൻ നിരന്തരം ആ സ്ത്രീ അവന്റെ അടുക്കലേക്ക്, അവൻ അനീതിയുള്ള ന്യായാധിപന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവൻ അവന്റെ സ്വഭാവത്തിന് പോലും മാറ്റം വരുത്തത്തക്ക നിലവാരത്തിൽ അവൻ ആ ജീവിതം അവൻ ക്രമീകരിക്കപ്പെട്ടു, അവരുടെ വിഷയവും ക്രമീകരിക്കപ്പെട്ടു. അതുകൊണ്ട് രണ്ട് കാര്യം
കാര്യമാണ് നടന്നത്. ഒരു വ്യക്തി എന്ത് ചെയ്തു? അവൻ രൂപാന്തരപ്പെടാൻ ഇടയായിരുന്നു. മറ്റൊന്ന് അവളുടെ കാര്യവും സാധിച്ചു കിട്ടി അല്ലെ? ആ വ്യക്തിക്ക് എന്താ അവൻ തന്നെ പറഞ്ഞു, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എന്ന് അവൻ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എങ്കിലും ആ സ്ത്രീ വന്നുകൊണ്ട് എന്നെ ചെകിട്ടത്തടിക്കും അല്ലെങ്കിൽ മുഖത്തടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അവളുടെ കാര്യം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവൻ എന്ത് ചെയ്തു? ഒരു മാനസാന്തരം ഉണ്ടായി. കാരണം ഭയത്തിൽ നിന്നാണെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാവാനിടയായിരുന്നു അനീതിയുള്ള ന്യായാധിപൻ. എന്നിട്ട് ആ വചനഭാഗം താഴെ പറയുകയാണ്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരോട് ആമേൻ ദീർഘക്ഷമയുള്ളവനായാലും ആമേൻ പ്രതിക്രിയ നടത്തി രക്ഷിപ്പാനിടയായി. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ പ്രതിക്രിയ നടത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസ്തയോടെ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ തയ്യാറാകുക. അവൻ നിന്നെ കൈവിടുന്നവനല്ല. ചിലപ്പോൾ ദീർഘക്ഷമ കാണിച്ചെന്നിരിക്കും, നിന്റെ വിശ്വാസം പരിശോധിക്കപ്പെട്ടെന്നിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം നിനക്കൊരു മറുപടി ഇല്ലെന്നല്ല, നിനക്കൊരു ഉത്തരമില്ല എന്നുള്ളതല്ല. നിരന്തരം അതുമായിട്ട് ജൽപ്പനം ചെയ്യുന്നവരാകണമെന്നല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ചില വിഷയത്തിൽ വേഗത്തിൽ നമുക്ക് മറുപടി ഉണ്ടായിരിക്കും, ചില വിഷയത്തിന്മേൽ സാവധാനം മാത്രമേ എന്ത് ചെയ്തുള്ളൂ മറുപടി ഉണ്ടാകത്തുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ എടുക്കണ്ട, അത് ഞാൻ പറഞ്ഞു പോയിക്കോളാം. ഒരു പ്രമാണി വന്നിട്ട് യേശുവിനോട് പറയുന്നു, എന്റെ മകൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. എങ്കിലും നീ എന്റെ വീട്ടിൽ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ എന്ത് ചെയ്യും? അവൾക്ക് ജീവൻ ഉണ്ടാകാനിടയായി തീരും. യേശു അത് കേട്ടപ്പോ തന്നെ അവന്റെ പുറകെ പോകാനിടയായി അല്ലെ? ചില ഇടങ്ങളിൽ കർത്താവ് എന്ത് ചെയ്യും? വെയിറ്റ് എന്ന് പറയും. ചില ഇടങ്ങളിൽ കർത്താവ് വേഗത്തിൽ പോയി പ്രവർത്തിക്കാനിടയായി. അത് മാത്രമല്ല, കൂടെ പോകുന്ന സമയത്ത് ആ വഴിയാത്രയിൽ തന്നെ യേശുവിനെ ആമേൻ ഒന്ന് പോയി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടപ്പോഴത്തേക്ക് ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു? വളരെ 12 വർഷമായി അവൾ രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയായിരുന്നു, പക്ഷെ അവൾ സൗഖ്യമായി. ചില വിഷയങ്ങളിൽ ഓൺ സ്പോട്ടിൽ കർത്താവ് വിടുതൽ തന്നിരിക്കും. അങ്ങനെ എന്ന് വെച്ച് ചില വിഷയങ്ങളിൽ ദീർഘക്ഷമ കാണിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകരുത്. നമ്മുടെ മനോഭാരത്തിന്റെ ആമേൻ ഒരുപക്ഷെ കടബാധ്യതയുടെ, അതല്ലെങ്കിൽ ഒരു വീടിന്റെ വിഷയത്തിന്റെ, ഒരു രോഗത്തിന്റെ വിഷയത്തിന്റെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിന്റെ, അവരുടെ ഭാവിയുടെ, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഒക്കെ തലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ചില വിഷയങ്ങളുടെ മറുപടി വേഗത്തിൽ കിട്ടും. ചിലത് വളരെ താഴ്ന്ന ദൈവസന്നിധാനത്തിൽ ഇരിക്കേണ്ടി വന്നെന്നിരിക്കാം. പക്ഷെ ഒരു ദൈവം എന്ത് ചെയ്യരുത്? പതറിപ്പോകാൻ ഒരു കാരണവശാലും ഇടയാകരുത്. ഞാൻ വളരെ ശാന്തമായി നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു സഭായോഗം ആയതുകൊണ്ടും കൂടിയാണ്, അതിൻ്റെതായ ആ ഒരു പരിജ്ഞാനം കാണിക്കുക എന്നുള്ളത് കൊണ്ടും കൂടെയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ശാന്തതയോടും സൗമ്യതയോടും കൂടെ എന്റെ പിന്നാലെ പോകുന്ന ഒരു ദൈവ പൈതലിന് പിന്മാറി പോകേണ്ടി വരച്ചില്ല, ലജ്ജിക്കേണ്ടതായും വരികയും. ഇതേ സ്ത്രീ അവന്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവൾ പുറകെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, എന്നെ അയച്ചത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകൾ. വന്ന് നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളുടെ അപ്പം, അതായത് ഈ കാണാതെ പോയ ആടുകളായി ഇസ്രായേൽ ഗ്രഹത്തിന് കൊടുക്കാൻ എന്നെ ജീവന്റെ അപ്പമായിട്ട് എന്ത് ചെയ്തിരിക്കുക? അയച്ചിരിക്കുക. ഞാൻ എന്ത് ചെയ്യത്തില്ല, ഈ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുകയില്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളെ ഒരാൾ ആ വിധത്തിൽ അധിക്ഷേപിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുമോ? ദൈവത്തിലെ പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കിനും എല്ലാ ശബ്ദത്തിനും ഒന്നും എതിരെ ആമേൻ ഒന്നും ഇടണ്ട ആമേൻ. കാരണം അതിന്റെ അകത്തും കൂടെ നിന്റെ ആമേൻ നന്മ പ്രതിഫലം എന്ത് ചെയ്തിട്ടുണ്ടാവും? മറഞ്ഞിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് എളുപ്പത്തിലൊന്നും എടുത്തു ചാടി പ്രകോപിതരാകരുത് എന്ന് ഞാൻ ദൈവാത്മാവിനെ ഓർമ്മിപ്പിക്കാം. ശാന്തമായും സൗമ്യമായും ജീവിതത്തെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ നേരിടാനുള്ള ഒരു സൗമ്യത നമ്മിൽ ഉണ്ടായിരിക്കണം, ഒരു ശാന്തത നമ്മിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സൗമ്യത സകല മനുഷ്യരും എന്ത് ചെയ്യട്ടെ? അറിയട്ടെ. പ്രതികരിക്കുന്ന നമ്മുടെ സ്വഭാവം, ഞാൻ ഇന്ന ആളായതുകൊണ്ടാ പ്രതികരിക്കുന്നത് നാം പറയും. പക്ഷെ ഈ പ്രതികരണ സ്വഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള നന്മ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു കളയുന്നുണ്ട്. സദൃശ്യവാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, നാവിന്റെ ശാന്തത ജീവവൃക്ഷം. അപ്പം ജീവവൃക്ഷത്തിലേക്കുള്ള ഫലം അവൻ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് വാസ്തവത്തിൽ നാവിന്റെ ശാന്തത നമ്മളിൽ ഇല്ലാതെ പോകുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പൊ നാം എപ്പോഴും ഓർത്തോണം, നാവിന്റെ ശാന്തത എന്താണ്? ജീവവൃക്ഷമാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം ഭുജിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും?
നിത്യമായി ജീവിക്കാൻ പറ്റും. ആമേൻ. നന്മ അനുഭവിക്കാൻ പറ്റും. പുഷ്ടഭോജനം കഴിച്ചതിന് തുല്യമായിരിക്കും അത്. അതുകൊണ്ട് നാവിന്റെ ശാന്തത നമ്മിൽ ഉണ്ടായിരിക്കണം. അത് നാം ഏത് മേഖലയിൽ ഇടപെടുമ്പോഴും നാവിന്റെ ശാന്തതയുള്ളവരായി ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുന്നവരായി തീരണം. എന്നാൽ അതിന്റെ വാക്കുകളുടെ പെരുപ്പം കൊണ്ട് എന്ത് സംഭവിക്കും? ലംഘനം ഉണ്ടാകും. അപ്പം നാവിന്റെ ശാന്തത ജീവവൃക്ഷമായി പരിണമിക്കുമ്പോൾ അതിന്റെ ലംഘനം കൊണ്ട് സംഭവിക്കുന്നത് ആമേൻ പാപമാ അല്ലെ? ഈ വാക്ക് പെരുകുമ്പോൾ എന്തുണ്ടാകും? ലംഘനം ഉണ്ടാകും. അപ്പോൾ എവിടെയെങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ ലംഘനം നടക്കുന്നെങ്കിൽ ആമേൻ, അഥവാ നമ്മുടെ വാക്ക് പെരുകരുത് എന്ന് ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നെങ്കിൽ നാം ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. നമ്മിൽ ആമേൻ ദൈവത്തിന്റെ കൃപയുണ്ടെന്ന് പറയുമ്പോഴും നാം ലംഘനം ചെയ്യുന്നവരാണ്. ലംഘനം ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, പാപം മറയ്ക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാഗ്യവാൻ എന്ന പദവിക്ക് നമുക്ക് അർഹതയില്ല. അതുകൊണ്ട് തന്നെ അർഹതയുള്ള ഒരു പദവിയിലേക്ക് നാം കയറി നിൽക്കേണ്ടതിന് നാം ലംഘനം ക്ഷമിക്കപ്പെടുന്നവരാകണം. മാത്രമല്ല അതിനെ പിറകിലെറിഞ്ഞു കളഞ്ഞ് ഉപേക്ഷിക്കുന്നവരാകണം. തന്റെ ലംഘനത്തിൽ ജീവിക്കുന്ന ഒരുത്തന് എന്ത് ചെയ്യത്തില്ല? ശുഭം വരികയില്ല. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാകുന്ന ഒരു സ്വഭാവമല്ല സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെയും ശാന്തരും സൗമ്യരും ദൈവകൃപയുടെ ആമേൻ ഉടമസ്ഥരുമായിരിക്കാൻ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മെ ഏൽപ്പിച്ച ജീവിതം നമുക്ക് മുമ്പോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ. അത് ശാന്തതയോടും സൗമ്യതയോടും ദൈവകൃപയോടും നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആ സ്ത്രീ അവിടെ പോയി ആവർത്തിച്ച് പോകുന്നത് ആമേൻ ഒരു പക്ഷേ വളരെ ശക്തമായ പ്രതികരണം അവൾക്ക് നേരിട്ടിട്ടുണ്ടാകും അല്ലെ? ആ വിധവയായ സ്ത്രീ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അവൾ ചെന്നേച്ച് അവര് മിണ്ടാതിരിക്കുവോ? അവൾ അവിടെ നിൽക്കട്ടെ എന്ന് ഓർത്ത് മിണ്ടാതെ അടച്ചൊന്നും ഇരിക്കത്തില്ല. ശക്തമായ പ്രതികരണം ഒരു പക്ഷെ അവൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കാര്യം നടക്കാതെ താൻ എന്ത് ചെയ്തില്ല? പിന്നോട്ടില്ല എന്നുള്ള തീരുമാനം അവളെ ഒരുപക്ഷെ ശാന്തയാക്കി, സൗമ്യയാക്കി, ഒരു തരത്തിലും പ്രതികരണമില്ലാത്തവളാക്കി. എങ്കിൽ കൂടെ ആ മൗനമായിരുന്ന് ദൈവത്തെ അറിയുന്നതിലൂടെ അവൾക്ക് വിടുതലുണ്ടായി. അതുകൊണ്ട് മിണ്ടാതിരുന്ന് നാം എന്ത് ചെയ്യണം? ദൈവത്തെ അറിഞ്ഞുകൊള്ളണം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അപ്പൊ ചില മേഖലകളിലൊക്കെ നമുക്ക് മിണ്ടാതിരിക്കേണ്ടതായി വരും. പക്ഷെ ഈ സ്ത്രീയോട് പറയുകയാണ്, ഞാൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അപ്പം ജീവന്റെ അപ്പമായ ക്രിസ്തു വെളിപ്പെട്ട് വന്നത് എന്തിനാണ് എന്ന് വ്യക്തമായി നമുക്ക് ആരും പറയാതെ അറിയാം. ഇസ്രായേൽ ജനത്തിന് ആമേൻ അപ്പമായി തീരുവാൻ വേണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 55-ാം അധ്യായം യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. ദ്രവ്യം കൊടുത്ത് വിലയില്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യരുത്? വാങ്ങരുത്. അപ്പമല്ലാത്തതിന് വേണ്ടി നിങ്ങൾ ദ്രവ്യം കൊടുക്കരുത് എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തിന്നാ പാകത്തിന് ഞാൻ എന്ത് ചെയ്യും? വെള്ളം തരാൻ വിശ്വസ്തനാ, ജലം തരാൻ വിശ്വസ്തനാണെന്ന് അവൻ പ്രവാചകൻ മുഖാന്തരം അവൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. പക്ഷെ ആ വെള്ളമാണ് എവിടെ വന്നിരിക്കുന്നത്? ആ അപ്പമാണ് എവിടെ വന്നിരിക്കുന്നത്? അവൻ യേശു ക്രിസ്തുവായിട്ട് വന്നത്. പക്ഷെ അതിന്റെ പുറകെ ചെല്ലാൻ പലപ്പോഴും യഹൂദന് താല്പര്യമില്ലായിരുന്നു. താല്പര്യമുള്ളവരുണ്ടായിരുന്നു, എന്നാൽ അത് തുലോം തുച്ഛമായിരുന്നു അല്ലെ? പക്ഷെ അവൻ ഈ ഒരു സ്ത്രീ അതിശക്തമായ ഒരു വിശ്വാസത്തോടുകൂടി അവനെ പിൻഗമിക്കുക. ആ പറഞ്ഞ വാക്കിന്റെ മുൻപിൽ, അഥവാ ഞാൻ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കത്തില്ല, അത് നീ ഒരു നായാണ്, എന്റെ ജനം ആടാണ്. ആരാ? ഇസ്രായേൽ ജനം ആടുകളാണ്. അവൻ ജാതികൾ ഒരു നായ്ക്കളാണ്. ഒരു കാര്യം ഓർക്കണമേ, വാസ്തവത്തിൽ ഈ ഒരു വിലയെ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത്. അവൻ നമുക്ക് നായുടെ വില പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നോ? നമ്മളിൽ കാമൻ വ്യക്തികളിൽ ഉണ്ടായിരുന്നോ? കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നോ? ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എന്റെ ഭവനത്തിൽ എന്റെ മാതാവിന്റെ ഭവനത്തിൽ നിന്നാ ഞാൻ വളരാനിടയായി തീർന്നത്. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം വരെ അവരുടെ വീട്ടിൽ അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇഷ്ടംപോലെ നെല്ലുണ്ട്, പച്ചക്കറിയുണ്ട്, കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നത്. കരുണയോടും അമ്മയും വളരെ കരുണയോടുകൂടി എന്നോട് പെരുമാറിയതിനെ ഓർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അടിമ വീട്ടിൽ ജീവിക്കുന്നത് പോലെ ഞാൻ ആ നാള് എന്റെ പിതാവ് ഒരു മദ്യപാനിയ, ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നയാളാ, കുടുംബത്തിൽ സ്വസ്ഥതയില്ല. അതല്ലാത്ത പല പ്രശ്നങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുണ്ടായിരുന്നു. ആ സമയത്ത് മുമ്പോട്ട് പോകാൻ യാതൊരു തരത്തിലും കഴിവില്ലാതെ കണ്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല. 8ൽ പഠിക്കുമ്പോൾ
തിരിച്ച് ഞാൻ എന്റെ വീട്ടിലോട്ട് ചെന്നു. എന്റെ തറവാട്ടിലോട്ട്, എന്റെ അമ്മയുടെ അപ്പന്റെ അടുത്തോട്ട് പെരുമ്പാവൂരോട്ട് ചെന്ന് ഞാൻ 8ാം ക്ലാസ് മുതൽ താമസിക്കാൻ ആരംഭിക്കുന്നത്. പക്ഷെ ഇരുമുള്ളും കാട്ടിലെടുത്ത് പൂമുള്ളും കാട്ടിലിട്ടതുപോലെയായി എന്റെ സ്ഥിതി എന്ന് പറയുന്നത്. നാട്ടിൽ പറയുന്ന ഒരു ചൊല്ലുപോലെ ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, ഈ ഒരു അവസ്ഥയെന്ന് അവിടേക്ക് ചെന്നപ്പോഴത്തേക്കും അത് തന്നെയായിരുന്നു ജീവിതം മുഴുവൻ. ഈ എന്താ പറയുന്നത്, കണ്ണുനീരും ദ്രോഹവും നിറഞ്ഞൊരു തലത്തിൽ ജീവിക്കാൻ പോലും പ്രതീക്ഷയില്ലാത്ത ഒരു ജന്മമായിരുന്നു വാസ്തവത്തിൽ എന്റേത്. എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ച നാള് മുതൽ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഞാനിത് നിങ്ങളോട് അതിശയോക്തി പറയുകയല്ല. അതുപോലെ ആയിരുന്നു എന്റെ ജീവിതം എന്ന് പറയുന്നത്. കുറച്ചുകൂടിയൊക്കെ എന്റെ സഹോദരനും സിമിലർ ആയിട്ട് അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും എന്റെ അത്രയും പ്രതിസന്ധി അദ്ദേഹത്തിന് അവന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ എനിക്ക് വളരെ പ്രതിസന്ധിയായിരുന്നു ജീവിതം മുഴുവൻ. എന്റെ കർത്താവിനെ ഞാൻ കണ്ടെത്തുന്ന നാൾ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടും എനിക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു, പ്രതികൂലം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എനിക്ക് എന്റെ ആ സന്തോഷത്തെ അലക്ഷ്യമാക്കേണ്ടതായി വന്നില്ല. ക്രൂശ് എനിക്കുണ്ടായിരുന്നെങ്കിലും സന്തോഷം എന്റെ ജീവിതത്തിൽ കർത്താവ് നൽകി തരാനിടയാണ്. വാസ്തവത്തിൽ ഒരു കുടുംബത്തിന്റെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നത് എന്റെ കുടുംബജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. പിന്നീട് എനിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വാക്കുകൊണ്ട് പോലും നുള്ളി നോവിക്കുന്ന ഒരനുഭവം എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഇന്ന് ഈ നാഴിക വരെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതെനിക്ക് ഏറ്റവും സന്തുഷ്ടകരമായ ഒരു അനുഭവം. പക്ഷെ എനിക്കറിയാം, 23 വയസ്സുള്ളപ്പോഴാണ് എന്റെ വിവാഹം നടക്കുന്നത്. ആ സമയത്തിൽ തുടങ്ങി ഈ സമയം വരെയും എനിക്ക് ആ സന്തോഷം കർത്താവ് നിലനിർത്തി തന്നു. പക്ഷെ ഞാൻ ജനിച്ച അന്ന് മുതൽ 23 വയസ്സുള്ള ആ നാൾ വരെയും എന്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു. കണ്ണുനീർ എന്റെ ജീവിതത്തിൽ നിന്ന് തോന്നിട്ടില്ലായിരുന്നു. അതുപോലെ എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്കൊന്ന് ഞരങ്ങി കരയാൻ പോലും പറ്റത്തില്ലായിരുന്നു. പലപ്പോഴും തലയിണയിൽ ഞാൻ മുഖം അമർത്തി കമന്ന് കിടന്ന് എന്റെ ശബ്ദം പുറത്തു കേൾക്കാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, നിന്നയും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ കരുതൽ എന്നെ തേടി വന്നേ അന്ന് മുതൽ ആ ദിവ്യമായ സന്തോഷം ഞാൻ അനുഭവിക്കാൻ ഇടയായിട്ടുള്ളത്. വാസ്തവത്തിൽ ഒരു നായയുടെ വില പോലും മനുഷ്യന്റെ ലോകം എന്ത് ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. ഇന്നൊരു നായ വളർത്താൻ നിങ്ങൾ നോക്കിയാൽ മതി. ഈ തെരുവീതിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു നായ്ക്ക് വേണ്ടി ഒരു വർഷം എത്ര രൂപ അവർ ചെലവാക്കുന്നുണ്ട്, വേണ്ട ഒരു ദിവസം ഒരു മാസം എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യന് വേണ്ടി ചിലവഴിക്കാൻ പണമില്ലെന്നല്ല, അവന് കൊടുക്കാൻ മാന്യതയും ആളുകളുടെ കയ്യിലില്ല, വളരെ കുറവാണ്. പ്രത്യേകിച്ച് കേരളത്തിലെയൊക്കെ സ്ഥിതി ആലോചിച്ച് നോക്കിയാൽ വളരെ അത് നമുക്ക് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് ചെന്നാൽ അതിനേക്കാൾ ഉപരിയാണ് മനുഷ്യനൊരു നായ്ക്കുട്ടിയുടെ വിലയില്ലാത്തൊരു കാലമാണ്. എന്നാൽ കർത്താവ് നമ്മെ സ്നേഹിച്ചല്ലോ, അവൻ നമ്മെ തെരഞ്ഞെടുക്കാൻ ഇടയായിട്ടില്ല. ഈ സ്ത്രീയോട് പറയാ, കനാന്യ സ്ത്രീയായ നിന്നെ ഞാൻ എനിക്കൊരു നായ്ക്കുട്ടിക്ക് തുല്യമായ തലത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ കണക്കാക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും നിങ്ങൾ ഓർക്കരുത് കർത്താവ് സ്നേഹമില്ലാത്തവനായതുകൊണ്ടോ കർത്താവ് ക്രൂരനായതുകൊണ്ടോ അല്ല ഈ തരത്തിൽ ഒരു വാക്ക് പറയാൻ ഇടയായിത്തീരുന്നത്. മറിച്ച് തന്റെ ദൗത്യമായിരുന്നു തന്നെ എന്ത് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടിയിരുന്നത് എന്നതുകൊണ്ട് മാത്രമാണ്. താൻ ലക്ഷ്യം മാറിപ്പോകാൻ ഇടയാകരുത്. ലക്ഷ്യം ഏൽപ്പിക്കപ്പെട്ട പലരും ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഈ ലക്ഷ്യം തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ഒരു തീരുമാനം എന്ത് ചെയ്ത് ശക്തമായി എടുക്കാൻ ഇടയായിരുന്നത്. എന്താ പറയാ, നായ്ക്കുട്ടികൾക്ക് ഞാൻ കൊടുക്കാൻ എന്റെ കയ്യിൽ അപ്പമില്ല. ഉടനെ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇത് വേദഭാഗം വായിക്കുമ്പോൾ ഉടനെ അവൾ ഒരു വാക്യം പെട്ടെന്ന് മറുപടിയായിട്ട് പറയുകയാ. എന്തോ പറയുന്നത്, അതേ കർത്താവേ, ഞാനത് സമ്മതിച്ചു. നീ വന്നതിന്റെ ഉദ്ദേശം അതാണ്. പക്ഷെ നായ്ക്കുട്ടികളും യജമാനന്റെ മേശയും കീഴിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ എന്ത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നായ്ക്കുട്ടീനെ അങ്ങനെയാണ് വെറുതെ വിടാൻ പറ്റത്തില്ല. ഈ നായ്ക്കുട്ടി എന്ന് പറയുന്ന പദം ഞാനത് സമ്മതിച്ചെങ്കിലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നായ എന്താണ്, എങ്ങനെയൊക്കെ ആയാലും ആവശ്യമുള്ളതാ. വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് അത്രയെങ്കിലും ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട്. എന്താണ്, വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ബാക്കി ഭാഗം ഒന്ന് വായിച്ച് അത് കഴിഞ്ഞ് യേശു അവളോട്, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. സ്ത്രീ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഞാൻ മടങ്ങി വരട്ടെ. ഈ സ്ത്രീ പറയുകയാണ്, നായ്ക്കുട്ടികൾ മേശയിൻ കീഴിൽ നിന്ന് വീഴുന്ന അപ്പം തിന്ന് അവർ ഉപജീവിക്കുന്നുണ്ട്. അപ്പൊ അവൾ പറഞ്ഞു, നീ അവളെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോ, എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് വേസ്റ്റ് കിട്ടിയാൽ മതി. അപ്പം നുറുക്ക് മേശയെന്ന് വീഴുന്നത് കിട്ടിയാലും എന്റെ കാര്യത്തിന്
ഡെലിവറൻസ്. എന്റെ വിഷയത്തിന് വിടുതല. അതുകൊണ്ട് എനിക്ക് അത് മതി, ഞാൻ അതിൽ തൃപ്തയാണ്. ഞാൻ ആയിരിക്കുന്ന സ്ഥിതിയിൽ അവൻ ഏറ്റവും വലുത് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. നീ ആ മക്കൾക്ക് കൊടുക്കാൻ വച്ചേക്കുന്നത് ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് കേട്ടതൊന്നേ ഉള്ളൂ, അവൻ താഴെ വീഴുന്ന ഒരു അപ്പം അതിന്റെ അകത്ത് എനിക്ക് വിടുതലുണ്ട്. ദൈവത്തിന്റെ ഒരു വാക്ക് കൽപ്പിച്ചാൽ സത്യമാകുമെന്ന് ചെറിയൊരു വാക്കിന്റെ വിടുതൽ പോലും അവൻ എന്റെ ജീവിതത്തിൽ പൂർണ്ണ സാന്നിധ്യം വെളിപ്പെടുത്തും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ മോന്റെ പേരെന്താ? ജോഷുവ. ജോയൽ എന്റെ മോന്റെ പേരാ. ജോയലിന് നിങ്ങൾ വീട്ടില് ഒരു 2 ദോശ അല്ലെങ്കിൽ ഒരു 3 ദോശ ഉണ്ടാക്കി കൊടുത്തു. ഈ ജനിക്കും അതുപോലെ തന്നെ എന്ത് ചെയ്തു? കൊടുത്തു. ജനിക്ക് ഒരെണ്ണം ഇത്തിരി കൂടെ മുതിർന്നതായതുകൊണ്ട് 4 എണ്ണം കൊടുത്തു. അപ്പൊ 4 3 7 ദോശ. ഈ 7 ദോശ നിങ്ങൾ കൊടുത്തു. ജനി അതിനകത്തുനിന്ന് ഒരെണ്ണം 2.5 എണ്ണം കഷ്ടി എന്ത് ചെയ്തു? കഴിച്ചു. ബാക്കി എത്രയുണ്ട്? 1.5 അപ്പം ബാക്കിയുണ്ട്. ജോയലിന് കൊടുത്തു 3 എണ്ണം. ജോയൽ ഒരുമാതിരി എന്ത് ചെയ്തു? ഒരെണ്ണം കഴിച്ചു എന്ന് വരുത്തി. അപ്പൊ ബാക്കി എത്ര ഉണ്ടാകും? ജോയലിന്റെ കയ്യിൽ 3, ജോയൽ ഒരെണ്ണം കഴിച്ചു എന്ന് പറയാം. അതങ്ങനെ കഴിച്ചു എന്നിരിക്കട്ടെ. ഇദ്ദേഹം എത്ര കഴിച്ചു? 4 നിന്ന് 2.5 കഴിച്ചു അല്ലെ? 2.5 കഴിച്ചു കഴിഞ്ഞപ്പോ 1.5 ബാക്കിയായി. എത്ര എണ്ണം ബാക്കി വന്നു? 3.5 എണ്ണം ബാക്കി വന്നു അല്ലെ? അപ്പൊ ബാക്കി നിലത്ത് വീണത് എന്തോരം ഉണ്ടായിരുന്നു? 3.5. തുല്യമുണ്ടോ? തുല്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നിലത്ത് വീഴുന്നതിനും എന്തുണ്ട്? തുല്യതയുണ്ട്. കർത്താവിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ആമേൻ, ബർബരനെന്നില്ല. എല്ലാവരിലും എല്ലാം ആകുന്നത് ആരാ? കർത്താവ്. നിലത്ത് വീണാ പോലും അവൻ തുല്യമായത് തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. അത് ആ വെളിപ്പാട് ആരുടെ മേൽ വന്നു? ഈ സ്ത്രീയുടെ മേൽ വരാനിടയായി തീർന്നു. എന്നാൽ നിലത്ത് വീഴുന്നതിന് പോലും എനിക്ക് അർഹമായത് തരാനായിട്ട് നിനക്ക് കഴിയും. നീ വന്നതിന്റെ ഉദ്ദേശം മറിച്ച് മറ്റൊന്നല്ല. അവൻ എന്നെയും കൂടെ കരുതിക്കൊണ്ട് ആ സ്നേഹം എന്റെ മേൽ കൂടെ പകരാനായിട്ട് നിനക്ക് വ്യക്തമായ ഉദ്ദേശമുള്ളത് കൊണ്ടാ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ നിലത്ത് വീണാൽ അതിനു പോലും എന്തുണ്ട്? ആമേൻ, തുല്യത കൽപ്പിക്കുന്നവനാ ദൈവം. ഇന്ന് അങ്ങനെയാണോ? യഹൂദന് വെറുതെ രക്ഷയുണ്ടോ? ഇല്ല. ക്രിസ്തുവിലൂടെ വിശ്വാസത്താലേ യഹൂദന് രക്ഷയുള്ളൂ. ആമേൻ, ജാതികളായിരുന്ന നമുക്കും ക്രിസ്തുവിലൂടെ വിശ്വാസത്താലാണ് രക്ഷ. അപ്പൊ തുല്യമായ ഒരു തലത്തിലേക്ക് നമ്മെ അവൻ കയറ്റി നിൽക്കത്തക്കവണ്ണം അവൻ വിശ്വാസം വിലയേറിയതാണ്. അപ്പം ഓർക്കണം, സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, യവനെന്നില്ല, യഹൂദനെന്നില്ല, വിശ്വാസം അത്രയും വലുത്. എന്താ വലുത്? വിശ്വാസമാണ് വലുത്. ഞാനിതൊരു ക്ലാസ് പോലെ അങ്ങ് കൊണ്ടുപോവുക. കാരണം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ നമുക്ക് ചിലത് പ്രാപിക്കാൻ കഴിയും. പ്രാർത്ഥിച്ചു വച്ച, അവസാനിപ്പിച്ചു വച്ച വിഷയങ്ങൾക്കൊക്കെ ഈ ദിവസങ്ങളിൽ മറുപടി ഉണ്ട്. പക്ഷേ എന്തായിരിക്കണം വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നിശ്ചയങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം ഇതിലെ ദിവസങ്ങൾ കർത്താവുമായി ചേർന്നിരുന്നു. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മൗനമായിട്ടാ. നീ അലച്ചുവട്ടിയൊന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലായിരിക്കാം. പക്ഷെ നിന്റെ അകത്തളങ്ങളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വരാൻ പോകുകയാണ്. എന്താണ് ആ മറുപടി? അപ്പാ അമ്മ, ഞാൻ ഒരു പക്ഷെ ഒരു നായ്ക്കുട്ടിയാ, ഞാനത് അല്ല എന്ന് പറയുന്നില്ല. എന്നാൽ അവൻ എനിക്കുമുണ്ട് ഒരു അവകാശം നിന്റെ നിന്ന്. ആ അവകാശം പ്രാപിക്കുവാൻ ഞാൻ നിന്റെ പുറകെ വന്നത്. അവൻ നീ എന്നെ എത്ര നിരസിച്ചാലും, നീ എന്നെ എത്ര തള്ളിയാലും, നീ എന്നെ എത്ര ഉപേക്ഷിച്ചാലും, നിന്നെ എത്ര പുറങ്കാലു കൊണ്ട് തള്ളിയാലും എനിക്ക് നിന്നെ വിടാൻ കഴിയത്തില്ല. കാരണം നിന്റെ പക്കൽ ജീവനുണ്ട്. അവൻ നിന്റെ പക്കൽ സമാധാനമുണ്ട്. നിന്റെ പക്കൽ വിടുതലുണ്ട്. നിന്റെ പക്കൽ അവൻ എന്നോടുള്ള അവൻ സ്നേഹത്തിന്റെ ആഴമുണ്ട്. സ്ത്രീയെ, നിന്റെ വിശ്വാസം, ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ പറ്റുമോ? ഈ ഒരു വിശ്വാസം നമ്മിൽ അവൻ ഏറ്റെടുക്കാനായിട്ട് കഴിയുമോ? കർത്താവ് അത് ആഗ്രഹിക്കുക. അവൻ നാം ഓരോരുത്തരും ഒന്നോർത്ത് നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങൾ മേശയും കീഴിൽ എത്രയോ വേസ്റ്റ് ആക്കി കളയുന്നു. ഒന്നില്ലെങ്കിൽ അത് വേസ്റ്റ് തൊട്ടിയിൽ ഇടും. കാരണം നമുക്ക് നായ ഇല്ലാത്തത് കൊണ്ട്. ഒരു നായ വീടാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടൊന്ന് നമ്മൾ നായ്ക്ക് കൊടുക്കും.
ഒരു പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ നായായിരിക്കും കഴിക്കുന്നത്, അല്ലേ? കാരണം എന്നാ, പലരും നിന്ന് ശിക്ഷിപ്പിക്കുക. മുടിയനായ പുത്രൻ, ആമേൻ, ഞാൻ ആ പദം അങ്ങനെ തന്നെ പറയട്ടെ, മടങ്ങി വന്നപ്പോൾ പറഞ്ഞു, എന്റെ അപ്പന്റെ മേശയിൽ ആമേൻ ബാല്യക്കാർ നിന്ന് ശേഷിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഈ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം പോലും കഴിക്കാൻ യോഗ്യതയില്ലാത്തവനായിരുന്നു. ദൈവത്തിലെ നാം ഓരോരുത്തരും ഇത് തന്നെ ആയിരുന്നില്ലേ സ്ഥിതി? യോഗ്യതയും അർഹതയും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് നാം അയോഗ്യരായിരുന്നു, എന്നിട്ടും അവന്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വന്നു. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുക. ഈ ദിവസങ്ങൾ കർത്താവിനോട് അധികം പങ്കുവെക്കുക. പ്രാർത്ഥനയിൽ നീ വളരണം, ആത്മീക ജീവിതത്തിൽ നീ വളർന്നേ പറ്റത്തുള്ളൂ. കാരണം യജമാനന്റെ മേശയിൽ നിന്ന് നിനക്ക് വേണ്ടി ചിലത് വീഴുന്നുണ്ട്. ആമേൻ, അത് ജീവന്റെ അപ്പമാകുന്ന വചനമാണ്. ആമേൻ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ആത്മീക അനുഗ്രഹമാണത്. സ്വാമി പറയാനിടയായിരുന്നു, കുപ്പിയിൽ ഞാന് കണ്ണുനീര് ആമേൻ നിറച്ചു വച്ചിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ കുപ്പി ഏകദേശം ഒരു മുഴ നീളത്തോളം ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ അതൊരു ട്രഡീഷണൽ വിശ്വാസം കൂടിയാണ്. ദാവീദ് പറയുന്നുണ്ട്, എന്റെ കണ്ണുനീർ നീ തുരുത്തിയിൽ ആക്കി വച്ചിരിക്കുന്നു. യഹൂദൻ ജനിക്കുന്ന കാലം മുതൽ അവൻ, വേദപണ്ഡിതന്മാർ പറയുന്നു, അവർ കരയുന്ന കണ്ണുനീർ എന്ത് ചെയ്യും? ചെറിയ പഞ്ഞി കൊണ്ട് ഒപ്പി ചില കുപ്പികളിലാക്കി എന്ത് ചെയ്യും? ശേഷിപ്പിക്കാനിടയായിത്തീരും. ഇവിടെ മരണാനന്തരം അതെല്ലാം പുറത്തെടുത്തിട്ടാണ് വിലപിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ സാമൂഹിക വശം എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. നിന്റെ കരച്ചിൽ സ്വർഗത്തിലെ ദൈവം നീ ഒരു തുള്ളി കണ്ണുനീര് ദൈവരാജ്യത്തിൽ പൊളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. അത് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും കേട്ടോ. അവൻ ദൈവം വിടുതൽ തരാൻ ശക്തനാണ്. അവൻ ആ തീരുമാനങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടാൻ അവൻ ദൈവത്തിനെ ഈ ദിവസങ്ങൾ തയ്യാറെടുത്തുകൊണ്ട്, എന്നാൽ മുൻപോട്ട് വച്ച കാൽ യാതൊരു കാരണവശാലും പിൻപോട്ട് വെക്കാതെ ഓടുന്നെങ്കിൽ അവൻ വിടുതൽ കാണത്തില്ലെന്ന് നീ പറയുന്ന വിഷയത്തിന്മേൽ പോലും വിടുതൽ. യേശു തിരിഞ്ഞു നോക്കാതിരുന്ന സന്ദർഭത്തിൽ അവൾക്ക് പിന്നോട്ട് പോകാമായിരുന്നു, പക്ഷെ അവൾ എന്ത് ചെയ്തില്ല? പിന്നോട്ട് പോയില്ല. ശിഷ്യന്മാർ പറഞ്ഞപ്പോഴും അധിക്ഷേപ വാക്കുകളാണ് അവൾക്ക് മുമ്പിൽ എന്ത് ചെയ്തത്? വരാനിടയായി തീർന്നത്. പക്ഷെ ആ അധിക്ഷേപവും അവളെ പിന്നോട്ട് വലിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാ കേട്ടോ. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാ. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം, ഞാൻ ആരാണ്? അവൾ സമ്മതിച്ചു, ഞാൻ ഇന്ന ആളാണ്. ദൈവത്തിലെ പലപ്പോഴും നമുക്ക് സമ്മതിക്കാൻ പറ്റും, ഞാൻ നായാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ യോഗ്യത, അവൻ ക്രിസ്തു എന്ന ആ ഒരു പേര് നമ്മുടെ പേരിനോട് ഒട്ടി വന്നതുകൊണ്ട് മാത്രം നമ്മളെ ഒന്നും നാം പരിശോധിക്കാനിടയായിത്തീരും. നാം നമ്മിലേക്ക് തന്നെ എന്ത് ചെയ്യണം? തിരിഞ്ഞു നോക്കിയിട്ട് നമ്മെ എന്ത് ചെയ്യണം? പണിയപ്പെടാൻ ഏൽപ്പിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? അവൻ ദീർഘക്ഷമയും മഹാദേവിയുമുള്ള ദൈവമാണ്. നമുക്കില്ലാത്തത് എന്തുവാണ്? എന്തുവാ നമുക്കില്ലാത്തത്? ദീർഘക്ഷമയില്ല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത് ദീർഘക്ഷമയാണ്. കാരണം പല ദൈവപ്രവർത്തികളും കാണാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ ദീർഘക്ഷമയില്ല. ദീർഘക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വല്ലതും പ്രാപിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ദീർഘക്ഷമയും മഹാദയമുള്ളവർ. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ എന്ത് ചെയ്യണം? വെളിപ്പെടണം. ആ സ്ത്രീ എന്ത് ചെയ്തു? അവർക്ക് ദൈവത്തെ അറിയത്തില്ല. ഒരു കാര്യമേ അവർക്ക് അറിയാവുള്ളൂ, ഇവൻ ദാവീദിന്റെ പുത്രൻ. മനസ്സിലായോ? അവൻ ഇവൻ രാജാവാണ്, അവൻ ഇവൻ പ്രവാചകനാണ്. അവർക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ദാവീദിന്റെ പുത്രനാണെന്നുള്ള ഒറ്റ വെളിപ്പാടേ അവൾക്ക് കിട്ടിയിട്ടുള്ളൂ. യഹൂദനറിയാം അവൻ യേശുവിനെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും മിശിഹ ആരാണെന്ന്, എങ്ങനെ ജനിക്കുമെന്നൊക്കെയുള്ള വ്യക്തമായ പ്രവചന ശബ്ദങ്ങൾ എവിടെയുണ്ട്? യഹൂദനെ കിടക്കുന്നുണ്ട്. എന്നിട്ടും യഹൂദൻ എന്ത് ചെയ്തില്ല? ഏറ്റെടുത്തില്ല. അപ്പൊ നമ്മുടെ അറിവാണോ നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്? ഒന്നുമല്ല വിശ്വാസം. അറിവിന്റെ ബാഹുല്യം കൊണ്ട് നമുക്ക് ദൈവത്തെ അറിയണമെന്നില്ല, ദൈവസ്നേഹം അറിയണമെന്നില്ല, ദൈവിക വിടുതൽ പ്രാപിക്കണമെന്നില്ല. നാം ആരാണെന്നുള്ള ബോധ്യവും നമുക്ക് വച്ചിരിക്കുന്ന നന്മയും നാം ഈ ദിവസങ്ങളിൽ അറിയണം. പക്ഷേ കാൽവറി ക്രൂശിൽ നമുക്ക് യാഗമായി തീരുവാൻ വന്ന കർത്താവ്, അവനെ അവർ ഉൾക്കൊണ്ടില്ല. ലോകവും ഉൾക്കൊണ്ടില്ല, യഹൂദൻ ഉൾക്കൊണ്ടില്ല. പക്ഷേ ലോകത്തിലേക്ക് അവൻ തന്റെ രക്ഷ എന്ത് ചെയ്തു?
വാരി വിതറാനിടയായി. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. എന്താ നമ്മൾ ആ ഒരു വാക്യത്തെ എടുക്കുമ്പോൾ നമ്മുടെ ദാരിദ്ര്യം മാറ്റുന്നു എന്ന് നമ്മൾ പറയരുത്. അതൊരു പക്ഷെ ഉണ്ടാകും. അവന്റെ എന്താ പറയുന്നത്, ഒരു ഭാഗത്ത് അത് സംഭവിക്കും. നമുക്ക് വേണ്ടുന്നത് തരും, ഉണ്മാനും ഉടുപ്പാനും ഉള്ളത് നമുക്ക് കർത്താവ് തരും. പക്ഷെ ഇന്ന് ദാരിദ്ര്യം മാറ്റുന്ന ദൈവമാണ് യേശു. ഇന്ന് കാറ് തരുന്ന ദൈവമാണ് യേശു. ആമേൻ. വലിയ വീട് തരുന്ന ദൈവമാണ് യേശു എന്ന് പ്രസംഗിക്കപ്പെടുന്നത് പലപ്പോഴും കേൾക്കുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ട്. രണ്ടാമതേ ഉള്ളൂ, നിന്റെ ദാരിദ്ര്യം എവിടെയാണ് മാറ്റുന്നത്? ആത്മീയദാരിദ്ര്യം. അതാണ് ഈ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ട് സ്വർഗം ഇല്ലെങ്കിൽ വല്ലോ കാര്യമുണ്ടോ? 100 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ വല്ലോ കാര്യമുണ്ടോ? ഇല്ല. നിനക്ക് വേണ്ടുന്ന സർവ്വ നന്മകളെയും നിനക്ക് തരുവാൻ നിന്റെ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ ഒന്നാമത്തേത് സ്വർഗരാജ്യം. കർത്താവ് അവിടെ പറയുന്നതും ആ കമാൻഡ്, ആ ആജ്ഞ കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്ന ഒന്നാമത്തെ കാര്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഘോഷിക്കണം. ഒന്നാമത്തെ കാര്യം സ്വർഗരാജ്യമാക്കട്ടെ. രണ്ടാമത്തെ കാര്യം ആ രോഗസൗഖ്യം. രണ്ടാമത്തെ കാര്യം ആ ഭൂതത്തിൽ നിന്നുള്ള വിടുതൽ. ആമേൻ. രണ്ടാമത്തെ കാര്യം ആ കുഷ്ഠരോഗത്തിൽ നിന്നുള്ള ആമേൻ ശുദ്ധീകരണം. സ്വർഗരാജ്യമാണ് ഒന്നാമത്തേത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തിക്കോളാം. അതിനൊഴിഞ്ഞിരിക്കാൻ ഒരു ദൈവപൈതൽ ഒരു കാരണവശാലും പറ്റത്തില്ല. നമ്മുടെ ലോകത്തിലെ ചിന്ത കൊണ്ടോ നമ്മുടെ ആ സാഹചര്യം കൊണ്ടോ നമ്മുടെ സ്വർഗരാജ്യം നമുക്ക് നഷ്ടമാവും. ഒരു കാരണവശാലും അത് നഷ്ടമാക്കരുത്. ആമേൻ. നമ്മൾ ആരല്ല, ദൈവത്തിന്റെ ബുദ്ധിയുള്ളവരല്ല. ദൈവത്തിന്റെ ബുദ്ധിയുള്ളവരല്ല. അതുകൊണ്ട് അവൻ ദൈവത്തെ നമ്മുടെ ബുദ്ധിയുടെ കീഴിൽ കൊണ്ടുവരാനും ചെയ്യരുത്. നാം ശ്രമിക്കരുത്. ദൈവത്തെ നമ്മുടെ ബുദ്ധി കീഴിൽ കൊണ്ടുവരാനാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്? ശ്രമിക്കാറുള്ളത്. എന്നാൽ കർത്താവേ, എന്റെ ബുദ്ധി നിന്റെ ബുദ്ധിയുമായി ചേർന്ന് നിന്റെ സ്നേഹത്തിലാകുവാൻ സഹായിക്കും. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ, അവൻ നിന്റെ വാക്കുകളെ അനുസരിക്കുവാൻ, ആ വിശ്വാസം ഏറ്റെടുക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് ഒരു ദൈവ പൈതൽ നിർബന്ധമായി പ്രാർത്ഥിക്കണം. ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. മറുപടിയില്ല. ആമേൻ. ഹല്ലേലൂയ. അവൻ വന്ന് നമസ്കരിച്ചപ്പോ മറുപടിയില്ല, മറിച്ച് നിന്ദാസൂചകമായ വാക്കുകൾ പിന്മാറിയില്ല. ദൈവത്തിലെ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഒരുപക്ഷെ നിന്നെ ലോകത്തിന്റെ മുൻപിൽ നിന്നയുളവാക്കുന്ന വിധം ആമേൻ പിന്നോട്ട് ആമേൻ വലിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ നിന്നയിലും നീ പരാജയപ്പെടരുത്. ആമേൻ. നിന്ന എന്നും നിനക്കുണ്ടാകത്തില്ല. എന്നും നിന്ദിത പാത്രരായി മേവാൻ അവൻ നിന്നെ സമ്മതിക്കുകയില്ല. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ എന്റെ സ്നേഹത്താൽ അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ ശക്തമായി നാം അറിയേണ്ട അപ്പനുറുക്കുകൾ മതി എനിക്ക്. ആ അപ്പനുറുക്കുകളിൽ എനിക്ക് ജീവനുണ്ട്. ദൈവവചനത്തിൽ ഈ ദിവസങ്ങളിൽ ആശ്രയിച്ചു പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. തുളച്ചിലെല്ലാം നമ്മളൊന്ന് അനുവദിക്കണം കേട്ടോ. അവൻ വചനത്തെ വചനമായി ഉൾക്കൊള്ളാനും അവൻ പ്രാണനയിലേക്കും ആത്മാവിലേക്കും അത് തുളച്ചു ചെല്ലുമ്പോൾ അപ്പ അതിന് വിധേയപ്പെടാൻ ഞാൻ തയ്യാറാണ്. നിന്റെ വചനം എന്നിൽ ക്രിയ ചെയ്യുമ്പോൾ ആ അപ്പം എന്റെ ശിരകളിലേക്ക് അവൻ പ്രവഹിക്കാനിടയാക്കിയിരുന്നു. സദൃശ്യവാക്യങ്ങളിൽ ഒരിടത്ത് അവൻ ഞാൻ വായിച്ചിട്ടുണ്ട്, കർത്താവിന്റെ ആമേൻ അപ്പം എന്ന് പറയുന്നത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ പല അപ്പവും കഴിക്കുമ്പോൾ നമ്മുടെ നാവിന്റെ രുചിയും വയറിന്റെ വിശപ്പുമാണ് എന്ത് ചെയ്യുന്നത്. നാവിന് രുചി ഉണ്ടാവും, വയറിന് വിശപ്പും മാറും. പക്ഷെ ഇത് എങ്ങനെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും? അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് ഇതാ, അപ്പം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹൃദയത്തിന് വല്ല സന്തോഷവും തരണം, അപ്പം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ഇത് തിന്നിട്ട് നിന്റെ ഹൃദയം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അവൻ എന്നാലും എന്ത് ചെയ്യരുത്? മസിൽ കയറി ഇരിക്കരുത്. അവൻ അത് ചെന്ന് കഴിഞ്ഞാൽ മസിലിന്റെ പിടുത്തമൊക്കെ അയയണം, അല്ലെ? മസിലിന്റെ പിടുത്തം അയഞ്ഞാലേ ഈ അപ്പം കൊണ്ട് വല്ലോ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവൻ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ഈ മസിൽ അവൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലിനോ കൈക്കോ ഭയങ്കര ശക്തമായ വേദനയുണ്ട്. ഉപയോഗിക്കുന്നതിലൊന്നും തോന്നരുത് കേട്ടോ. പരിജ്ഞാനക്കേടുകൊണ്ടൊന്നുമല്ല, ഭയങ്കര ശക്തമായ വേദന ഉണ്ടാവും. അതേസമയം ഒരു അപ്പം കഴിച്ച് സംതൃപ്തമായ ഒരു ഏമ്പക്കം വിട്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന സന്തോഷം എന്നാ
വേദനയാണോ സന്തോഷമാണോ? അപ്പൊ കർത്താവിന്റെ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധിമജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുമ്പോ നമുക്ക് വേദനയല്ല സന്തോഷം ഉണ്ടാവണം. അവൻ കർത്താവിന്റെ കൽപ്പനകളിലും പ്രമാണങ്ങളിലും സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. നിന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാണ്. അത് എന്ത് ചെയ്യുന്നു? അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അവൻ ദൈവിക ജ്ഞാനത്തിന്റെ പരിപോഷണത്തിലേക്ക് ദൈവജനം കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവിന്റെ വചനത്തെ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. കർത്താവ് ജീവന്റെ അപ്പമാണ്. ഈ തിരിച്ചറിവാണ് ആ സ്ത്രീ എന്ത് ചെയ്തത്? ആ മേശയുടെ കീഴിലോട്ട് വീഴുന്നത് തിന്നാനുള്ള പ്രേരണ ഉണ്ടാക്കിയത്. കാരണം എന്നാ? അത് താഴെ പോയാലും അപ്പല്ലേ? ആണോ? നായ്ക്കുട്ടിക്ക് അത് മതി. നിങ്ങൾ ചിലപ്പോൾ നിലത്ത് വീണ അപ്പം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കത്തില്ലായിരിക്കും. പക്ഷേ നായ്ക്കുട്ടിക്ക് അത് മതി. കാരണം അതിന്റെ ഘടനയ്ക്കൊന്നും ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ അതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം എവിടെയുണ്ട്? ഈ അപ്പത്തിന്റെ അകത്തുണ്ടെന്നേ. അവൻ ക്രിസ്തു എന്ന അപ്പം അവൻ എവിടെ വീണാലും അതിന്റെ ഇൻഗ്രീഡിയൻസിന് ഒരു മാറ്റമില്ല. ഇതിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. എന്നിൽ വീഴുമ്പോൾ നിന്നിൽ വീഴുമ്പോൾ അവൻ അതിന്റെ പൂർണ്ണ സ്വഭാവം അതിന്റെ പുഷ്ടിപ്പെടുത്താൻ മതിയായതാണ്. അവന്റെ സ്നേഹത്തിന്റെ നിറവിലേക്ക് അവൻ നിന്നെ വലിച്ചടിപ്പിക്കാൻ മതിയായതാണ്. അവന്റെ സ്നേഹം അവൻ വർണ്ണിപ്പാൻ കഴിയാത്ത സ്നേഹമാണ്. അവന്റെ കരുതൽ എന്നത് അവൻ ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്തതാണ്. കരുതലിലേക്കും സ്നേഹത്തിലേക്കും കയറ്റി നിർത്തത്തക്കവണ്ണം ക്രിസ്തു എന്ന അപ്പത്തെ വെളിപ്പെടുത്തുമ്പോൾ അതിനെ ഭക്ഷിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നീ ഒഴിക്കപ്പെടട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുക. അപ്പം നുറുക്കി ഭക്ഷിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കുമെങ്കിൽ നീ ഇതിന്റെ അകത്ത് വെറുതെ വന്നതല്ല, കൂട്ടുകാർ ക്ഷണിച്ചിട്ട് വന്നതല്ല, നിന്നെ കൊണ്ടുവന്നതാണ്. കൂട്ടുകാർ നിന്നെ ക്ഷണിച്ചിട്ടായിരിക്കാം നീ ഇതിന്റെ അകത്ത് വന്നതെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിച്ചിട്ടാണ്. നിന്നെ ആരും കൊണ്ടുവന്നു എനിക്കറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു സ്വർഗം കൊണ്ടുവന്നു. കാരണം എന്നാന്നറിയാമോ? ചിലത് മുറുക്കി തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചില അപ്പം അവന്റെ ഭയങ്കരമായ ബോധബോധത്തിനെ ഘോഷിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നന്മകളുടെ ജീവിതത്തിൽ നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് ആവശ്യങ്ങളുടെ മുഖത്ത് നിലവിളിക്കുന്ന ദൈവ പൈതലിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, അവനിൽ നിന്ന് വീഴുന്നത് എന്താണെങ്കിലും പെറുക്കാനുള്ള ഒരു മനോഭാവം നിനക്കുണ്ടോ? നീ സ്റ്റാൻഡേർഡ് നോക്കണ്ട. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടല്ല അവൻ കർത്താവ് പ്രവർത്തിക്കുന്നത്. നിന്റെ സ്റ്റാൻഡേർഡിലോട്ട് അവൻ ഒരു പക്ഷേ അവൻ കയറി വരണമെന്നല്ല, അവന്റെ തലത്തിലേക്ക് നീ ഇറങ്ങിച്ചെന്നോ. അവൻ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഇറങ്ങിച്ചെന്നോണം. കുടുംബമായി ഇറങ്ങിച്ചെന്ന് അല്ല, ദൈവപ്രവർത്തികളെ അവൻ വെളിപ്പെടുത്തുവാൻ വേണ്ടി അവൻ താഴ്മ ധരിച്ച് അവൻ കർത്താവിന്റെ സ്നേഹത്തിലൊട്ടി അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറ്റി നിൽക്കുന്നെങ്കിൽ അവൻ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ മതിയായതാണ്. ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവിനെയും കരങ്ങളിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തോട് ഈ ദിവസങ്ങൾ ചേർന്ന് നിന്നോ ദൈവമാനിപ്പാൻ വിശ്വസിക്കുക. ആദ്യത്തെ പ്രാവശ്യം മറുപടി കണ്ടില്ലെന്നോർത്ത്, രണ്ടാമത്തെ പ്രാവശ്യം മറുപടി കണ്ടില്ലെന്നോർത്ത് മൂന്നാമതും മറുപടി ഇല്ല. അവൻ കർമ്മലിന്റെ കൊടുമുടിക്ക് മേളിൽ ഇരിക്കുന്ന അവൻ ശക്തനായ പ്രവാചകൻ ആകാശത്തെ അടച്ചുകൊണ്ടാണ് അവൻ ഹല്ലേലൂയ അവൻ യാഗം നടത്തിയപ്പോഴും ഒരൊറ്റ വാക്കിലെ പ്രാർത്ഥന കൊണ്ട് തീ ഇറങ്ങി. അവൻ മഴ പെയ്യുന്ന മുഴക്കം കാതിൽ കേട്ടിട്ടും വിടുതലില്ലാത്തതുപോലെ 7 പ്രാവശ്യം പോകേണ്ടതായി വന്നു. 7 പ്രാവശ്യം നീ ഓടേണ്ടി വന്നാലും മറുപടിക്ക് വേണ്ടി നീ ഓടണം. അവൻ മറുപടിക്ക് വേണ്ടി നീ മുഴങ്കാലിൽ ഇരിക്കുക. മറുപടികൾക്ക് വേണ്ടി മുഴങ്കാലിൽ ജീവിതത്തിൽ ചെയ്യുവാൻ വിശ്വസ്തനാണ്. കർമ്മേലിന്റെ മുകളിൽ വിട്ട് മാറരുത്. അവൻ ദൈവത്തോടുള്ള പറ്റുമാനം വിട്ട് മാറരുത്. അവൻ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്നവന്റെ കാലമാണ്. കർത്താവിനോട്
പറ്റി തന്നെ ഇരിക്കണം. സാഹചര്യം വിട്ടെന്ത് ചെയ്യരുത്, എഴുന്നേൽക്കരുത്. ഞാൻ ഓർക്കുകയാ, അവൻ രാവിലെ അവൻ കർമ്മേലിന്റെ മുകളിലേക്ക് കയറി. അവൻ 7 പ്രാവശ്യം മഴയുടെ മുഴക്കത്തിനു വേണ്ടി, കാതിൽ മഴയുടെ മുഴക്കമുണ്ട്, പക്ഷെ മഴയില്ല, മേഘമില്ല, ഒന്നുമില്ല, ഒരു പ്രവൃത്തിയും കാണാനില്ല. പക്ഷെ കർമ്മേലിൽ നിന്ന് താൻ ഇറങ്ങിയത് മഴ പെയ്യുമ്പോഴാണ്. 7 പ്രാവശ്യവും പോയി നോക്കാൻ മടുപ്പില്ലാത്ത അവൻ അനുഭവം. അവൻ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല നിരാശനായില്ല. 1 പ്രാവശ്യം കൊണ്ടും 2 പ്രാവശ്യം കൊണ്ടും ദിവസങ്ങൾ നിരാശനാവരുത്. അവൻ പരിശുദ്ധാത്മാവ് പറയുന്നു, 6 പ്രാവശ്യവും കണ്ടില്ലെന്ന് 7-ാമത്തേത് എനിക്ക് 7 പ്രാവശ്യവും കർമ്മേലിരിക്കുക. കാലത്ത് കയറിയതാ, ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അവൻ 4 മണിയായപ്പോഴും ഒരു ചായ കിട്ടിയില്ല. അവൻ 6 മണിക്കും മറുപടി വന്നില്ല. ദൈവത്തിലെ നീ 8 മണി വരെ ഇരിക്കും. ഹല്ലേലൂയ. നീ ചെറിയ കാര്യത്തിന് വേണ്ടി നിനക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന വലിയ ഓട്ടത്തെ നിഷേധിക്കരുത്. നിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ചെറിയ കാര്യമല്ല, വലിയ മഴയുടെ വലിയ മഴയുടെ മുഴക്കം ഇരിക്കുമ്പോൾ അവൻ ചെറിയ കാര്യത്തിന് വേണ്ടി വലിയത് നീ കളയണം. വലിയ മഴയുടെ മുഴക്കം കേട്ടുകൊണ്ടാ കർമ്മേലിൽ താനും തന്റെ ശിഷ്യനും കൂടെ ഏലിയാവ് കയറുന്നത്. ഈ 5 പ്രാവശ്യം 6 പ്രാവശ്യം ഒക്കെ കയറിപ്പോയിട്ട് മഴ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. കടലിന് നേരെ നോക്കാൻ പോയത്, ഒന്നും കാണുന്നില്ല. കടൽ അതുപോലെയുണ്ട്, മേഘവും ആകാശവും അതുപോലെയുണ്ട്, ഒരു പ്രവൃത്തിയും കാണുന്നില്ല. ഈ മെനക്കെട്ട പണിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ മടുത്തു. നമ്മൾ പറയല്ല, ഞാൻ എന്ത് ചെയ്തു, മടുത്തു. ഇനി എന്നെ കൊണ്ട് 1 നിമിഷം കർമ്മയിലിരിക്കാൻ പറ്റത്തില്ല. ഞാൻ മടുത്തു, ജീവിതം മടുത്തു, ഞാൻ സർവ്വതും മടുത്തു. ഇനി എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഇല്ല ദൈവത്തില്, നീ ഒന്നുകൂടെ ഇരിക്കാം, നീ ഒന്നുകൂടെ ഇരിക്കാം. ഞാൻ പറയട്ടെ, 6 പ്രാവശ്യം ഏലിയാവ് കർമ്മേലിൽ ആമേൻ ഇരുന്ന് പ്രാർത്ഥിച്ച് ശിഷ്യനെ അയച്ച് കടലിന് നേരെ നോക്കിച്ചപ്പം ഒരു മറുപടിയും കണ്ടില്ല. ഈ 7ാമത് അയച്ചില്ലായിരുന്നു നിങ്ങൾക്ക് സ്ഥിതി ഒന്നും. അറ്റ് ലാസ്റ്റ് ഈ 7 എന്ന് പറയുന്നത് എൻ്റെ ആ 7ാമത്തെ പ്രാവശ്യം അയച്ചില്ല, കർമ്മേലിൽ നിന്ന് താഴെ പോന്നായിരുന്നു നിങ്ങൾക്ക് സ്ഥിതി എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? ഏലിയാവ് അയക്കുമെന്നുള്ളത് ശരി, പക്ഷെ പലപ്പോഴും നമ്മളിങ്ങനെയാണ് നമ്മൾ കർമ്മയിലിരിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയാ. കാരണം അടുത്ത് 6 എത്തിയപ്പോഴത്തേക്കും എത്ര നേരം ഈ മല ചവിട്ടി കയറി കടലിന്റെ നേരം നോക്കാൻ പോകുന്നു തന്നെ നല്ല പണിയാണ്. നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത് താഴെ ഇറങ്ങിപ്പോയി. കാര്യം മഴയുടെ മുഴക്കമൊക്കെ കേൾക്കുന്നത് ചിലപ്പോൾ എന്റെ തോന്നല എന്തായിരിക്കും, എന്റെ തോന്നലായിരിക്കും. അല്ല കേട്ടോ, തോന്നലിൽ കൂടെ വിളിക്കുന്നവനല്ല നമ്മൾ, ഒരിക്കലുമല്ല. തോന്നലല്ലെന്നേ, യാഥാർത്ഥ്യമാ. കാരണം പറഞ്ഞത് ദൈവമാണ്, വിളിച്ചത് കർത്താവാണ്. അവൻ നിന്നോട് ആലോചന പറഞ്ഞ് നിന്നെ നടത്തുന്നവന് കർത്താവാ. നിന്റെ കാതിലൊരു മുഴക്കം കേൾപ്പിച്ചതും കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് നീ പിന്നാലെ ചെല്ലും. പിന്നാലെ ചെല്ലുന്നെങ്കിൽ ഒരു മറുപടി ഉണ്ട്, ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൽ ഉണ്ടാകും. അക്കാര്യത്തിൽ സംശയമില്ല. 7ാമത് ചെല്ലുമ്പം പറയാ, അവിടെ നിരാശയുടെ വാക്കാ കേൾക്കുന്നത്. ഒരു കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലുള്ള മേഘം പൊങ്ങി എന്തോരം ഉണ്ട്, ഒരു മനുഷ്യന്റെ കൈ എന്തോരം ഉണ്ട്, എന്തോരം ഉണ്ട്, ഇച്ചിരി ഉള്ളൂ. ഒരു 6 അടി പൊക്കമുള്ള മനുഷ്യനാണെങ്കിലും അതിനൊത്ത വണ്ണമുള്ള ഒരാളാണെങ്കിലും അദ്ദേഹത്തിന്റെ കൈയുടെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഈ കടലിൽ നിന്ന് പൊങ്ങി കണ്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും
നമ്മൾ പലതിനെയും തുച്ഛീകരിക്കുക. ദൈവാത്മാവ് പറയുന്നു അല്പകാര്യങ്ങളുടെ ആരംഭത്തിൽ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കുക. നിങ്ങൾ തുച്ഛീകരിക്കരുത്. അല്പകാര്യങ്ങളുടെ ആരംഭത്തെ തുച്ഛീകരിക്കരുത്. അതിന്മേൽ ദൈവത്തിനൊരു നന്മ, ദൈവത്തിനൊരു നന്മ എന്ത് ചെയ്യാനുണ്ട്? അല്പകാര്യത്തിന്റെ ആരംഭത്തെ തുച്ഛീകരിക്കേണ്ട. വിശ്വസ്തയോടെ നിൽക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകൃപ എന്തെന്ന് ഈ നാളുകൾ ഞാൻ പേഴ്സണലായിട്ട് ദൂത് പറയാൻ ഈ സമയം വിനിയോഗിക്കുകയല്ല. എന്നാൽ അത്രമേൽ കർത്താവ് നിർബന്ധിക്കുന്ന ചില മേഖലകളിൽ കൂടെ മാത്രം പോയെന്നേ ഉള്ളൂ. നിങ്ങളായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ നിങ്ങൾ കർമ്മേൽ വിട്ടൊരു മഴ കാണാതെ എന്ത് ചെയ്യരുത്? ഇറങ്ങരുത്. നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇറങ്ങരുത്. നിങ്ങളുടെ കാതിൽ ഒരു മുഴക്കം കേട്ടെങ്കിൽ എന്ത് ചെയ്യരുത്? ഇറങ്ങരുത്. കർമ്മേൽ വിടരുത്. അവിടെ ഇരുന്നോണം. കർമ്മേൽ എന്തുവാ? പ്രാർത്ഥന. അത് ഈ പ്രാർത്ഥന തന്നെ എന്ന് പറഞ്ഞ ഒരു പർവ്വതത്തിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പലപ്പോഴും പർവ്വതത്തിൽ ചവിട്ടി കയറുന്ന സ്ഥിതിയാ പ്രാർത്ഥന എന്ന് പറഞ്ഞ മേഖല. പർവ്വതം കയറാൻ അത്ര എളുപ്പമല്ല. കുന്നുമലയിൽ കയറാൻ പ്രയാസമല്ലേ? അത് തന്നെയാ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ നമുക്ക് മടിയല്ലേ? എത്ര നേരം ഇരിക്കും? ഒരു 10 മിനിറ്റ് കാര്യം കൂടി പോയാൽ നമ്മൾ എന്ത് ചെയ്തില്ല? അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ഉദ്ദേശമുണ്ട്. ഒരു സങ്കീർത്തനം വായിച്ചു, അല്ലെങ്കിൽ ഒരു വേദഭാഗം വായിച്ചു, വീട്ടിലുള്ളവർ അത്യാവശ്യം 5 മിനിറ്റ് വീതം പ്രാർത്ഥിച്ചു, കഞ്ഞി കുടിച്ചു, കയറി കിടന്നു. ഇതാ നമ്മുടെ കുടുംബ പ്രാർത്ഥന. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത എന്തോ ഒരു വീടുണ്ട്. ദൈവസന്നിധിയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്ത എത്രയോ വ്യക്തികൾ. പ്രാർത്ഥന എന്നതൊരു കർമ്മയാണ്. അവിടെയാ നിന്റെ വിടുതൽ. അത് ചവിട്ടി കയറുക എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതത്തിൽ കയറുന്നതിന് തുല്യം. ചില വിടുതലുകൾ അവിടെയാണ് നടക്കുന്നത്. അവിടെ കയറിയേ പറ്റൂ. ബാക്കിയൊക്കെ നമുക്ക് സമയമുണ്ട്. നമ്മുടെ കാര്യങ്ങൾക്ക് ഓടാൻ സമയമുണ്ട്. നിങ്ങൾ ഒരു കറി വെക്കാൻ എത്ര സമയം എടുക്കും? 20 മിനിറ്റ് പ്രാർത്ഥിച്ചാലോ? നമ്മുടെ വയറിന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 20 മിനിറ്റ് കറി വെക്കാം. ഒരു കറിക്കാ. പിന്നെ പ്ലസ് ചോറ് വെക്കുമ്പോഴോ അതിന് വേണോ അത്രയും സമയം അല്ലേ? അത് കഴിഞ്ഞ് ഒരു കറി കൊണ്ട് നമ്മൾ സംതൃപ്തരാണോ? അല്ല. ഒരു 3 കറി കുറഞ്ഞത് നമുക്ക് വേണം. അതിലൊരു കൂട്ടം കറി അരിയാൻ നിങ്ങൾ എത്ര നേരം എടുക്കും? നിങ്ങളൊരു പക്ഷെ പറയും 5 മിനിറ്റ് എന്ന് പറയും. 5 മിനിറ്റ് വേണ്ടേ? അതൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലെ? പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ എത്ര സമയം ചെലവഴിക്കും? പലപ്പോഴും നമുക്ക് പരാതിയാ എത്ര സമയം ചെലവഴിക്കുന്നു. പ്രാർത്ഥനാ മുറിയിൽ ചെലവഴിക്കുന്ന സമയം എത്രയാണ്? എന്നോട് നിങ്ങൾ പറയണ്ട, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ദൈവത്തിലെ പർവ്വതം കയറുന്നതിന് തുല്യമാ പ്രാർത്ഥനാ മുറി. നിങ്ങൾക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ആണ്, ശരിയല്ലേ? ഒരു 2-3 കൂട്ടം കറി കൂട്ടി കഴിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഒരു ദിവസത്തേക്ക് ഒരു നേരത്തെ കറി വേണ്ടെന്ന് വച്ചിട്ട് തീരെ കറിയില്ലാണ്ട് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും 2-3 ഒന്ന് ഉറച്ചു വെച്ചാൽ അതിന്റെ നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കുന്നവർ എത്ര പേരുണ്ട് ഇതിന്റെ അകത്ത്? ഈ കറിയില്ല, നിങ്ങൾ പുറകെ പോയേ പറ്റുള്ളൂ. പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കയറുന്നെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിടുതലിന്റെ മഴ പെയ്യുന്നത്. അവിടെയാണ് ഹല്ലേലൂയ വലിയൊരു മഴയുടെ മുഴക്കം പൂർണ്ണമായി വെളിപ്പെട്ടു വരും. റെഡിയാണോ? പ്രാർത്ഥനയുടെ തലം മാറ്റാൻ റെഡിയാണോ? പ്രവാചകി വന്ന് പറഞ്ഞിട്ട് നടന്നില്ലെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ് നിങ്ങളുടെ വിടുതലിന്റെ സ്ഥാപനം. അവരവരുടെ കാര്യം കഴിഞ്ഞ് എന്ത് ചെയ്യും? ആലോചന വർദ്ധിച്ചു. 1 മിനിറ്റ് അപ്പോഴെങ്ങാനും പ്രാർത്ഥിച്ചാലായി. പിന്നെ പോയി പാസ്റ്ററെ പ്രാർത്ഥിച്ചോണേ, പ്രാർത്ഥിക്കണേ. അവിടെ അവർക്ക് അവരുടെ കാര്യം വലുത്. ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ആണ് എന്ന് പൂർണ്ണമായി പറയല്ലെങ്കിലും പലപ്പോഴും അങ്ങനെയാണ്. സത്യസന്ധമായി പറയാമല്ലോ. അതുപോലെ ഹൃദയത്തിൽ ഓർത്തിരിക്കുന്ന വ്യക്തികളെ ചിലപ്പോൾ പ്രാർത്ഥിച്ചെന്നിരിക്കും. ഇല്ലെന്നല്ല. നിങ്ങളുടെ ഇതിപ്പോ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുമല്ല. നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുടുംബാംഗങ്ങളെ പോലെ കർത്താവ് എനിക്ക് തന്ന ഒരു വ്യക്തി ചെയ്ത. പക്ഷെ ഞാൻ ഇന്ന് പലയിടങ്ങളിലും പോയി ശുശ്രൂഷിച്ച് വന്നിട്ട് അതിന്റെ അകത്തുനിന്ന് 1-2 വ്യക്തികൾ എന്റെ മനസ്സിന്റെ അകത്തുള്ളൂ. അവരെ ഞാൻ പ്രാർത്ഥിക്കും, ഓർത്ത് പ്രാർത്ഥിക്കും. ചിലപ്പോ 5-6 മാസം കഴിയുമ്പോ അവരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ ചിലപ്പോ ആ മുഖം പോലും എന്ത് ചെയ്യും?
മാറിപ്പോകും, മറന്നു പോകും. പക്ഷെ നീ നിന്റെ ദൈവമായിട്ടുള്ള ബന്ധം മാറും. നിന്റെ വിടുതലിന്റെ മുറി പ്രാർത്ഥന മുറി. എനിക്ക് വ്യാജം പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാം, ഞാൻ എല്ലാം പ്രാർത്ഥിച്ചോളാന്ന് പറയും. പക്ഷെ അവൻ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ട് വെച്ച് പറയും ഇന്ന സമയം കഴിയും, അല്ല ഞാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയുന്ന ഒരു നന്മ തരാം. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറെ രീതി വിചാരിക്കരുത്. ഈ നന്മയൊക്കെ കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും. ആ ഓർക്കുമ്പോ ആ അന്നത്തെ ദിവസം ചിലപ്പോ പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ പ്രാർത്ഥിച്ചില്ലെന്ന് വരും. നിങ്ങൾ നന്മ തരാൻ വേണ്ടി അല്ലാട്ടോ ഞാനിത് പറയുന്നത്. ഇത്രയുള്ളൂ നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിൽ നിന്ന് അപ്പുറത്തൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ നിങ്ങളുടെ അപ്പൻ നിങ്ങളെ വിട്ട് മാറത്തില്ല. നിങ്ങൾ എന്തായാലും എനിക്ക് തരാനല്ല, ഞാൻ പറഞ്ഞല്ലോ സൗജന്യമായി കൊടുത്തത് സൗജന്യമായി സൗജന്യമായി കൊടുക്കാൻ ഇന്ന് വരെ ഞാനത് അങ്ങോട്ട് പൈസ കൊടുത്തി പലയിടങ്ങളിൽ ശുശ്രൂഷിക്കാൻ. എനിക്കതൊരു പ്രശ്നമല്ല. പലരും തരുമ്പോ ഞാൻ പറയാറുണ്ട് ഇതെനിക്ക് ആവശ്യമില്ലെന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ദൈവം ഇതിലെ നിന്റെ കാര്യത്തിന് നിനക്ക് മാത്രമേ ജാഗ്രത വന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു അല്പനേരത്തേക്ക് ഒരു കാര്യമൊക്കെ പറഞ്ഞു വെച്ച് സന്തോഷിപ്പിച്ചു അങ്ങ് പോകും. അത്രയേ ഉള്ളൂ ദൈവാസനെ. വേറെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നമ്മുടെ വിഷയത്തിന് ആരിക്കണം? നമ്മൾ കുടുംബമായിട്ടിരിക്കണം, ഒന്നിച്ചിരിക്കണം. അത്രയുള്ളൂ. അതിനപ്പുറത്ത് ഒരു പരിപാടി നടക്കത്തില്ല. നമ്മളെ മറന്നു പോകും. ഈ 1000-ൽ 12,000 ആരെങ്കിലും ഓർക്കുമോ? ഇല്ലെന്നേ. സത്യസന്ധമായി ഞാൻ പറയാ, അത്രയേ ഉള്ളൂ. പക്ഷെ നാമും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ആമേൻ, അത് മാറരുത്. അത് മാറരുത്, അത് വിട്ടുപോകരുത്. അതിന്റെ സാമീപ്യം നിങ്ങൾക്ക് ആമേൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ കർമ്മയിൽ ഇരിക്കണം. നിങ്ങളുടെ വിഷയത്തിനൊത്ത് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ സഭയിൽ ഒരു വിശ്വാസി വരും. 2-3 ദിവസം നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവര് പറയും ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയത്തില്ല. 4ാമത് ഒരാഴ്ച ഉള്ളിരിക്കണമെന്ന് പറഞ്ഞാൽ ലീവ് എടുത്തിരിക്കും. കാരണം എന്നാ, നമുക്ക് നമ്മുടെ കാര്യവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബവും ഒക്കെ വലുത്. അല്ലെങ്കിൽ അവര് പട്ടിണി അവര് തരും. നമ്മുടെ വിഷയത്തിൽ ആരിക്കണം? നമ്മൾ കർമ്മേലി കയറണം. ഏലിയാവേ നീ മാത്രമേ മഴയുടെ മുഴക്കം കേട്ടുള്ളൂ. ആമേൻ. അതുകൊണ്ട് നിനക്കേ കർമ്മേലിൽ ഇരിക്കാൻ പറ്റും. ആമേൻ. ഭക്ഷിച്ച് ആരാധിക്കാൻ ആഹാബ്, ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ ആഹാബ് മല കയറി പോയത്. അങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താ കാര്യം എന്നറിയാമോ? ആ ഇസ്രായേൽ ഗ്രഹത്തിന്റെ ആമേൻ വെള്ളമില്ലാത്ത, ആമേൻ ദാഹിച്ചു വരളുന്ന നാവുകൾ കണ്ടിരിക്കുന്ന ഒരു രാജാവ് അവിടെ കുതിരയ്ക്ക് പുല്ല് പറിക്കാൻ പോയി. പക്ഷെ മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിട്ട് അവൻ ഒന്നും ചെയ്തില്ല. എന്നാ ഉള്ളിലൊന്നുമില്ല. പലതും ഇങ്ങനെയാ കേട്ടോ, ഉള്ളിൽ എന്തില്ല, ഒന്നുമില്ല. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദർശനം ലഭിച്ചവൻ, ദൈവശബ്ദം കേട്ടവൻ മലയിൽ, ദർശനം ലഭിച്ചവൻ, ദൈവവാക്ക് കേട്ടവൻ, അവൻ വെളിപ്പാടറിഞ്ഞവൻ, ദൈവത്തെ അറിയാവുന്നവൻ, കർമ്മേലിൽ ഇരുന്നോളവൻ, ദൈവാത്മാവിനെ കർമ്മേൽ വിട്ട് മാറാൻ പറ്റില്ല. അവൻ കർമ്മേലിൽ ഇരിക്കേണ്ടവനാണ്, ദൈവശബ്ദം കേൾക്കേണ്ടവനാണ്. അവൻ കാതുകൾ ആത്മാവിൽ തുറക്കപ്പെടേണ്ടവനാണ്. എല്ലാവർക്കും കാത് തുറന്നിട്ടില്ല. അവൻ സ്തോത്രം. ഏലിയാവേ നിനക്കേ ഉള്ളൂ കാത്. എന്താ? മഴയുടെ മുഴക്കം കേൾക്കാൻ ഇരുന്നോണം. എവിടെ? 7ാം പ്രാവശ്യം എന്നാ വന്നു? മഴ വന്നു. മഴ വരുന്ന നേരത്തേക്ക് ആ സമയത്തും കരുതലുള്ളവൻ പറഞ്ഞു നീ രഥം കൂട്ടി ഇറങ്ങിപ്പോക്കോ. എന്നാ ഇവനെ ഒന്നും വിളിച്ചില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവനെ ചിലപ്പോ ആരും അറിഞ്ഞില്ലെന്നിരിക്കും. അങ്ങനെ ഒരു ആരും അറിഞ്ഞില്ലെന്നിരിക്കും. ഒരു ആവശ്യം ആരും അറിഞ്ഞില്ലെന്നിരിക്കും. പക്ഷെ ഉണ്ടല്ലോ കർത്താവ് ഓടിച്ച ഓടും. എങ്ങനെ ഓടും? ആഹാബിന്റെ ആമൻ വളരെ കുതിരശക്തിയുള്ള ആ രഥത്തിന്റെ മുൻപിൽ ഓടും. ആമേൻ. 60 കുതിരശക്തി, 60 രഥങ്ങളാണ് ആഹാബിന്റെ കുതിരകൾക്ക് കെട്ടിയിരുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്ര ശക്തമായ കുതിരശക്തിയുള്ള, എങ്ങനെയാ അത് കിട്ടിയെന്ന് എനിക്കറിയില്ല. 6 കുതിര എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. എന്നാൽ 6 കുതിരയെ ഒരു പക്ഷെ ഒരു രഥത്തിന് കെട്ടാൻ പറ്റും. എങ്ങനെ അത് എന്നറിയില്ല. ഞാനത് കേട്ടുകേൾവിയാണ് നിങ്ങളോട് പറയുന്നത്. എന്റെ അറിവുകേടാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇത്രയൊക്കെ വരുന്ന കുതിരശക്തിയുള്ള ഒരു രഥത്തിന്റെ മുമ്പിൽ ഏലി ആ ഓർമ്മയിൽ സ്ഥിതി ഒന്നും വേണ്ട. 6 കുതിര ഇരിക്കട്ടെ, 60 വേണ്ട. 6 കുതിരയെ കെട്ടിയ ഒരു രഥത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഓടും? പീറ്റുഷ ഓടും? ഓടില്ല അല്ലേ? എവിടെ നിന്നാ ഓടുന്നതെന്ന് അറിയാമോ? കർമ്മേൽ എന്ന കൊടുമുടിക്ക് മേലെ നിന്നാ ഓടുന്നത്. ഒരു വിധത്തിൽ
കയറാം. താഴേക്ക് ഇറങ്ങുമ്പം അവൻ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ സ്ലിപ്പായി പോകും, വീണ് നടു തന്നെ ഒടിയും. പക്ഷേ ആത്മാവിൽ സൂക്ഷിപ്പും കരുതലും ഉള്ളവൻ ഒരിടത്തും അവൻ നടു ഒടിയത്തില്ല, ഒരിടത്തും നിന്റെ ഗളച്ഛേദം നടക്കത്തില്ല, ഒരിടത്തും നീ തകരത്തില്ല. നിന്നെ സൂക്ഷിക്കുന്ന കർത്താവ് നിന്നെ ഉള്ളം കൈ വഹിച്ചിരുന്നു. നിന്റെ വീഴേണ്ട മേഖല ഉണ്ടായിരുന്നു, നിന്റെ നഷ്ടപ്പെടുന്ന മേഖല ഉണ്ടായിരുന്നു, നീ കൊല്ലപ്പെട്ടു പോകേണ്ട മേഖല വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളം കൈ വരച്ച് അവൻ ഇവിടെ സംഭവിക്കാൻ ഉള്ളതെടുക്കുന്നു എടുത്ത് ഇവിടേക്ക് മാറ്റി വെച്ച് സുരക്ഷിത മേഖലകളിൽ വച്ചതുപോലെ നിന്നെ ദൈവം വച്ചത് നീ മറക്കാൻ കാലമായിട്ടില്ല. കർമ്മേലിന്റെ മേൽ ആമേൻ വെളിപ്പെട്ട മഴ, കൈപ്പത്തി പോലെയുള്ള മഴ. നിങ്ങൾ ചെറിയ കാര്യത്തിലും വലുത് എന്ത് ചെയ്തോണം? പ്രതീക്ഷിച്ചോണം. കർത്താവ് പറഞ്ഞാൽ രഥത്തിന്റെ മുമ്പാകെ നിങ്ങളെ ഓടി. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ, നിങ്ങളുടെ അറിവിന്റെ, നിങ്ങളുടെ കഴിവിന്റെ തലത്തിൽ മാത്രം നിങ്ങളെ ചെറുതാക്കും. ഏലിയാവിന്റെ മേൽ വെളിപ്പെട്ട ദൈവശക്തിക്ക് ആഹാബിന്റെ രഥത്തിന് മേൽ ഓടാനുള്ള കൃപയുണ്ട്. ആഹാബിന്റെ രഥത്തിന് മേൽ എന്ത് ചെയ്തു? അവൻ മുൻപേ ഓടി. എവിടെ വരെ ഓടി? ഇസ്രായേൽ വരെ ഓടി. ഒരിടത്തുനിന്ന് തുടങ്ങിയിട്ട് ആമൻ ലക്ഷ്യത്തിൽ എത്തിക്കാതെ അവസാനിപ്പിക്കുകയല്ല കേട്ടോ. ഇസ്രായേൽ, പുതിയ നിയമ യെരൂശലേം, ആമൻ നിത്യത വരെ നിന്നെ ഓടിക്കാൻ അവൻ നിത്യത വരെ എത്തിക്കാൻ ആര് വിശ്വസ്തനാ? അവൻ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളൂ. കണ്ണിൻ മണി പോലെ നിരാശപ്പെടരുത്. സാഹചര്യങ്ങളുടെ മേൽ നിങ്ങൾ ആരാകരുത്, പരാജിതരാകരുത്. മുമ്പോട്ട് ഓടുക. അവൻ അധിക്ഷേപ വാക്കുകൾ കേൾക്കുമ്പോൾ വിശ്വാസം നിങ്ങൾ ത്യജിക്കരുത്. കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടിട്ട് ആ വിശ്വാസത്തിന് വേണ്ടി ആര് അധിക്ഷേപം പറഞ്ഞാലും നിൽക്കാൻ വിശ്വസ്തയാണെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. ദൈവം എന്ത് ചെയ്യും? നമ്മളെ ഇതിന്റെയൊക്കെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിലൊരു അനുഭവമുണ്ട്. ഞാൻ എന്റെ കോളേജിൽ, ഞാൻ വർത്തമാന കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ക്ലാസ്സിൽ എന്റെ കൂടെ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. ആ കാലത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഫാഷൻ രീതിയിലൊക്കെ തന്നെ ഞാനും പോയിക്കൊണ്ടിരുന്നത്. വളരെ ഫാഷനായിരുന്നു. അന്നത്തെ രീതിയിൽ, അന്നത്തെ ഒരു ലെവലുണ്ടല്ലോ, അതിൽ വളരെ ഫാഷനബിൾ ആയിരുന്നു. ഞാൻ ഈ വിശ്വാസത്തിലേക്കൊക്കെ വന്ന ശേഷം എൻ്റെ ഒരു ടീച്ചർ എന്നെ വഴി കണ്ടു. ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് വെള്ളയും സാരി എടുത്തുകൊണ്ട് വരികയാണ്. വർത്തമാന കോളേജിൽ എന്നെ മലയാളം പഠിപ്പിച്ച എൻ്റെ മിസ്സ് എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു മിസ്സാണ്. കാരണം ഞാൻ ഈ ഒത്തിരി എഴുതുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വഴിയിൽ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചത്. നീ എത്ര മിടുക്കിയായിരുന്നു കോളേജിൽ പഠിക്കുമ്പം, നീ എന്തിനാ ഈ വെള്ളയൊക്കെ ഉടുത്ത് ഇങ്ങനെ ഇതുപോലെ നിന്നെ കാണാൻ ഞാൻ പുള്ളിക്കാരി വളരെ ഫാഷനുണ്ടായിരുന്നു. വെള്ളയും ഉടുത്ത് ഞാൻ ഈ ബൈബിളും ഒക്കെ പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇവരെന്നോട് ഒരു ദിവസം അങ്ങനെ ചോദിക്കാനിടയായി. ദൈവത്തിലെ കർത്താവിന് വേണ്ടി നിന്റെ ഫാഷൻ വേണ്ടെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ അതൊരു അങ്ങനെ എടുക്കരുത്. പക്ഷെ എന്റെ ഉള്ളിൽ കർത്താവ് വന്നപ്പോൾ എനിക്ക് വന്ന ടോട്ടൽ വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് എന്റെ വസ്ത്രധാരണത്തിലും എന്റെ ജീവിതശൈലിയിലും ഒക്കെ വലിയ മാറ്റം ഉണ്ടാക്കി. സ്നാനപ്പെടാൻ കമ്മലും കാത് ഊരാൻ എനിക്ക് മടിയായിരുന്നു. കർത്താവിന്റെ ദാസൻ സ്നാനപ്പെടുത്തണമെങ്കിൽ ഇത് ഊരാതെ പറ്റത്തുമില്ലായിരുന്നു. ഒരു ദിവസം ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ആ വാക്യം ഇതാ: നീ രക്താഭരണം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിനക്ക് തന്നെ വ്യർത്ഥമായി സൗന്ദര്യം വരുത്തുന്നു. നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയല്ല ഞാനീ പറഞ്ഞത്. ഞങ്ങളുടെ സഭയിൽ അതേ നടക്കുള്ളായിരുന്നു. എനിക്ക് ഊരാൻ മടിയായിരുന്നു. അത് ഊരാൻ വേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലുമല്ല. അങ്ങനെ യാതൊരു ഹിന്ദു അതിൻ്റെ അകത്തില്ല. പരിശുദ്ധാത്മാവ് പറയാത്തത്ര ഒരു കാര്യം ചെയ്യേണ്ട. ഹൃദയമാണ് ഒന്നാമത്തെ കാര്യം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ദൈവം പറഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്താൽ അത് പിന്നെ അവരോടുള്ള ആഗ്രഹം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ ചെയ്യുക, കർത്താവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അത് ചെയ്യാവുള്ളൂ. വീണ്ടും ഞാനത് പറയുന്നു. അത് പറഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ ഇതിനോടുള്ള ആഗ്രഹം എന്ത് ചെയ്യും? എനിക്കറിയില്ല അത് പറയാനായിട്ട്. ഇപ്പൊ ഇവിടെ സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല, സമയം പോയെന്ന് അറിയാം. പക്ഷെ ഇത് പറയാൻ എനിക്കൊരു പ്രേരണ കിട്ടുന്നതുകൊണ്ട് ഞാൻ പറയുക. എന്നോട് രാത്രി ദൈവാത്മാവ് സംസാരിക്കുക. ഈ വചനം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഈ ശബ്ദം കേൾക്കുകയാണ്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ബൈബിള് തുറന്നിട്ട് ആദ്യം കാണുന്ന വാക്യമില്ല. വ്യക്തമായി ദൈവം എന്നോട് സംസാരിച്ചിട്ടാണ് ഞാൻ അത് ഊരിയത്. അതുകൊണ്ട് ഇന്ന വരെ ഇടണമെന്ന് തോന്നിയിട്ടില്ല. നിങ്ങളോട് ദൈവം സംസാരിക്കാതെ ഒരു ഇമോഷന്റെ പേരിൽ നിങ്ങൾ അത് ചെയ്യരുത്. ചെയ്താൽ അത് പിന്നെ പ്രയാസമാകും. എന്നാൽ കർത്താവ് സംസാരിച്ചെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യാതിരിക്കരുത്. ഞങ്ങളുടെ ഒരു ആന്റി, ഞാൻ വിശ്വാസത്തിലേക്ക് നടത്തിയ ഒരു ആന്റിയാണ്. ആന്റിയോട് ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിച്ചു.
ഇങ്ങനെ ഇത് ഊരാനായിട്ട് പറഞ്ഞു. പുള്ളിക്കാരി അപ്പൊ ഭർത്താവ് സമ്മതിക്കത്തില്ല. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, കവിതേ, ഞാൻ എന്റെ സ്വർണ്ണമല്ല ഊരി വെക്കുക, പക്ഷെ ഞാൻ വിചാരിച്ചു എന്റെ അച്ഛനെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പേളിനി മുതലിടാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ആന്റിയോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആന്റി പൂർണ്ണമായിട്ട് അതിന്റെ ഉത്തരവാദി ദൈവമായിരിക്കും. സംസാരിച്ചിട്ടില്ലെങ്കിൽ ആന്റി എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും അത് ഊരരുത്. പിന്നത്തേതിൽ അത് പ്രയാസം. എന്റെ മോള്, ഈ മോടെ പ്രായമുള്ള സമയത്ത്, ഇവളിപ്പോ 3-ലോ മറ്റോ അല്ലേ പഠിക്കുന്നത് അല്ലെ, ഈ മോടെ പ്രായമുള്ള സമയത്ത് ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് എന്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ കൊച്ച്, അപ്പൊ എന്റെ പഴയ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, കൊച്ചു പ്രായത്തിൽ അമ്മ ആഭരണമൊക്കെ ഇട്ട് നല്ല അടിച്ചു പൊളിച്ചൊക്കെ നടന്നു. അവളുടെ കുഞ്ഞു ബുദ്ധിയിലാ പറഞ്ഞത്, ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും അല്ല. അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, നല്ല ദൈവകൃപയുള്ള കൊച്ച, നന്നായി പ്രാർത്ഥിക്കുന്ന കൊച്ച, പക്ഷെ അവള് കൂട്ടുകാർ അവളെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്താ ഇതിങ്ങനെ ഇടാതെ വരണം, നിന്നെ കണ്ട ആങ്കൊച്ചിന്റെ പോലെ മുടി കുറവ്, ആങ്കൊച്ചിന്റെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പൊ അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് അന്ന് ദൈവം സംസാരിച്ചിട്ടല്ലേ അമ്മ ഊരിയത്, അതുവരെ എനിക്ക് എന്ത് ചെയ്യണം, അമ്പലമാലയിടണം. അപ്പൊ ഞാൻ തടസ്സം പറഞ്ഞു, മോളെ അങ്ങനെയല്ല, നിന്റെ പപ്പ ഫാസ്റ്റാ, സഭയിലെ വിശ്വാസികളുണ്ട്, ഇത് ഞങ്ങളാരും ഇത് ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ ശാരോ ചർച്ചക്കാര് ഇതിന് അനുവദിക്കുന്നുമില്ല, അതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് മോളിപ്പോ തൽക്കാലം വേണ്ട. പക്ഷെ ആ സമയത്ത് തന്നെ അവൾക്ക് ഈ സമരിറ്റൻ ബോക്സിന്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയതിന്റെ അത് നിറച്ച് കമ്മലുമാല്, അതുപോലെ തന്നെ മുത്തിന്റെ ഒത്തിരി എണ്ണം ഉണ്ട്, നല്ല മനോഹരമായത്. ഇവളുടെ പപ്പയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പപ്പ ഞാൻ ഇതെന്നാ ചെയ്യണം? പപ്പ പറഞ്ഞു, മോളിട്ടു. ഒരു കാര്യം, മോൾ ഇത് ഇട്ടുകൊണ്ട് വീടിന്റെ പുറകുവശത്തല്ലാതെ മുൻവശത്തെ കാര്യം മോളിട്ടു എന്ന് പറഞ്ഞു. മുൻവശത്ത് എന്ത് ചെയ്യരുത്, ആരെങ്കിലും നമ്മുടെ വിശ്വാസികൾ കണ്ടാൽ അത് പപ്പയെ അധിക്ഷേപിക്കും. അതുകൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ചർച്ചിന്റെ സിറ്റുവേഷൻ അതായതുകൊണ്ട് മോളിട്ടോളാം. ഈ കുഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം സ്കൂൾ വിട്ട് വന്നാൽ ആദ്യം ചെയ്യുന്നത് ചായ കുടിക്കുകയല്ല, ആദ്യം പോയി നിർത്തും, കൈ നിറച്ചിടും, കഴുത്ത് നിറച്ചിടും, ഈ ഒട്ടിക്കുന്ന സാധനമൊക്കെ കാതയിൽ ഒട്ടിച്ച് വെച്ചേച്ച് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ശരിക്ക് കിണുങ്ങി കുണുങ്ങി ഒക്കെ നിന്നേച്ച് തന്നെ പോയി എന്ത് ചെയ്യും, കളിക്കും. ഞങ്ങൾ രണ്ടുപേരും ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാനേ ഉള്ളൂ. ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു, പതിവ് പോലെ ഇതെല്ലാം എടുത്ത് മേത്തു, എല്ലാം മേത്തിട്ടിട്ട് പുറകുവശത്ത് ഒരു ഷീറ്റ് ഇട്ട സ്ഥലമുണ്ട്, അവിടെ പോയിരുന്ന് കഞ്ഞിയും കറിയും തന്നെ കളിക്കലാ പതിവ്. അപ്പം തന്നെ അവിടെ പോയിരുന്ന് കളിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുക, അന്ന് വൈകിട്ട് പ്രയറുണ്ട്, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓടി വന്നിട്ട് ഇതെല്ലാം കൂടെ ഊരി എന്റെ കയ്യിലേക്ക് തന്നിട്ട് ആ കൊച്ചൻ എന്നോട് പറഞ്ഞു, അമ്മേ കർത്താപ്പച്ചൻ എന്നോട് പറഞ്ഞു നീ ഇതിട്ടത് മതി. കർത്താവ് ചെറിയ ആഗ്രഹങ്ങളെ പോലും മാനിക്കുന്നവനുമാണ്, കർത്താവ് സംസാരിക്കുന്നവനും. ഈ കുഞ്ഞിതെല്ലാം കൂടെ ഒരു 6 മാസത്തോളം അവള് കൃത്യമായി ആ സാധനം ഇട്ടു. ഞാൻ പറഞ്ഞ ഒത്തിരി ഉണ്ട്, ഒരു പാത്രം നിറച്ചുണ്ട്, ഇഷ്ടംപോലെ അമേരിക്കയിൽ നിന്ന് ഈ കേരളത്തിലെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് ബോക്സിനകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിനകത്ത് നിറച്ച് നല്ല മനോഹരമായ സാധനമുണ്ട്, ഇവളിട്ടു. അതിന്റെ ഈ 6 മാസം കഴിഞ്ഞപ്പോ ഇവൾ എന്റെ കൈ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അമ്മ മതി, കർത്താപ്പച്ചൻ എന്നോട് പറഞ്ഞു ഇനി നീ ഇത് ഉപയോഗിക്കണ്ട. പൂർണ്ണ മനസ്സോടുകൂടെ ആ കുഞ്ഞു ഊരുന്നത് വരെ ഞാൻ ഒരിക്കൽ പോലും അവളോട് പറഞ്ഞിട്ടില്ല നീ ഇത് മാറ്റിക്കൊള്ളാം. പക്ഷെ സാഹചര്യം കൊണ്ടാ പറഞ്ഞത്, ഇത് പുറത്ത് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, പോകരുത്. കാരണം വിശ്വാസികൾ കണ്ടാൽ അത് പ്രശ്നം ഉണ്ടാക്കും എന്നതുകൊണ്ട് ദൈവം പറയാതെ നിങ്ങൾ ഒരാളും ആവരണ പോലും. ദൈവം നിങ്ങളോട് എന്ന് സംസാരിക്കുന്നു അന്ന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആവശ്യപ്പെട്ടാൽ ഒന്ന് ഹൃദയത്തിന്റെ മാനസാന്തരമാണ്. പ്രിയ കർത്താവിന്റെ ദാസിയോട് ദൈവം സംസാരിച്ചതിന് ശേഷമല്ലേ ഊരിയത്. അതുകൊണ്ട് നമുക്ക് അതിനോട് ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിനോടുള്ള ദാഹവും ആഗ്രഹവും ഒരു കാലത്തും മാറും. ദുരുപദേശം പറയുമല്ല, ഞാൻ ദുരുപദേശം പറയുമല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ ഈ ആഗ്രഹം തീർത്തും മാറത്തില്ല. എന്റെ കുഞ്ഞ് അതൊന്ന് ഊരി എന്റെ കയ്യിലോട്ട് തന്നിട്ട് അവള് പറഞ്ഞു, ഇനി എനിക്കിത് വേണ്ടമ്മ. പിന്നീട് ഒരിക്കൽ പോലും അവൾ ഇട്ടിട്ടില്ല. കർത്താവ് എങ്ങനെ അവളോട് സംസാരിച്ചു എന്ന് എനിക്കറിയില്ല. ഇത്രയും ഒന്ന് കൊച്ചിനോട് കർത്താവ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ സംസാരിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ അവളോട് കർത്താവ് സംസാരിച്ച ആ നിമിഷം അതെന്റെ കൈക്കൊണ്ട് പറഞ്ഞു, അമ്മ അതിവിടെ എല്ലാം തൂക്കിയിട്ടേ അമ്മ. അപ്പൊ ഞാൻ ആ കർച്ചന്റെ മേലെ കൂടിയൊക്കെ ചുമ്മാ അതിനെ തൂക്കിയിട്ടു. കുറെ നാൾ അത് അവിടെ കിടന്നു, ഒരു വാടക വീട്ടിലാണ് അത് അവിടെ കിടന്നു. തിരിച്ചു വന്നപ്പോ ഞങ്ങൾ അത് എടുത്തോണ്ടൊന്നും പോകുന്നില്ല, അത് അവിടെ കിടന്നു. എന്തായാലും കർത്താവാണ് നമ്മുടെ ആഭരണം, ഒന്നാമത്തെ അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ എടുത്തു ചാടി എന്തേലും ഒക്കെ ചെയ്തിട്ട് വീണ്ടും എടുത്തിടുന്നതിനേക്കാളും നല്ലത്. പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കർത്താവ് സംസാരിച്ചിട്ട് നീ ചെയ്യും.
ഒരാളും ആ കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ചെയ്തിട്ടരുത്. കാരണം കർത്താവ് ഒന്നാമത് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കും. ഞാൻ ഉപദേശ പെശക് പറയുന്നു, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ കൃത്യമായ ഉപദേശം പറയുന്ന ഒരാളാണ്. ഒന്ന് നമ്മുടെ ഹൃദയത്തിലാണ് രൂപാന്തരം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഹൃദയത്തിൽ രൂപാന്തരം വന്നാൽ പുറത്ത് തന്നെ വന്നോളൂ അല്ലേ? അങ്ങനെയാ വരേണ്ടത്. നമ്മൾ ആവശ്യമില്ലാത്ത ഉപദേശം പറയും. കാരണം ക്രിസ്തു ഇവിടെ തന്നെ നമുക്കറിയാം, നീ ഇന്ന ആളാ, നീ ഒരു നായ്ക്കുട്ടിയാ, പക്ഷെ അവളോട് വേറെ എന്തെങ്കിലും പറഞ്ഞു. ജാതിയുടെ സ്വഭാവം ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ആര് സ്നേഹിച്ചു? യേശു സ്നേഹിച്ചു, വിശ്വാസത്തെ ബഹുമാനിച്ചു. പിന്നെ അവള് കർത്താവിനെ വിട്ട് പോകും. ഒരിക്കൽ കർത്താവിന് ഒരു അനുഭവം ഉണ്ടായാൽ പോകുമോ പിന്നെ കർത്താവിനെ വിട്ട്? നിങ്ങളുടെ ശബ്ദവും കൂടെ കേൾക്കാനോ പോകത്തില്ല. ദൈവത്തിലെ കർത്താവ് തൊട്ടാ പിന്നെ നീ എവിടെ പോകാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. ബാക്കി മെറ്റീരിയൽ കാര്യങ്ങളല്ല നമ്മുടെ വിശ്വാസത്തെ നയിക്കുന്നതും ആമേൻ നിലനിർത്തുന്നതും. നമ്മൾ പലപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് ആവശ്യമില്ലാതെ ഇതിനൊക്കെയാണ്. ആമേൻ. അത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. എന്നാൽ എപ്പോ സംസാരിച്ചാലും ദൈവത്തിന് വശകതരാകാൻ നമ്മൾ ഏൽപ്പിച്ചോണം. അല്ലെങ്കിൽ പാപമാണ്. കർത്താവിനോട് സ്വർണ്ണം ഊരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പേരിട്ട് കൊണ്ട് നടക്കാന്ന് പറയുന്നത് നീതിയല്ല. ആണോ? അത് വേണ്ട. അതൊരു തരം പരീക്ഷ ഭക്തിയില്ലേ? അതൊന്നും വേണ്ട. പക്ഷെ എന്ത് വേണം? വചനം നിന്റെ ഉള്ളിൽ കയറി വ്യാപിക്കും. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എത്ര പേര് എന്നോട് പിണങ്ങിയെന്ന് എനിക്കറിയില്ല, എത്ര പേര് ഇണങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഒന്നാമത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ വരുമ്പം നമ്മളെ മാറ്റേണ്ട എല്ലാ മേഖലകളിലും പലപ്പോഴും നമ്മൾ ഇതൊക്കെ ഊരി കളഞ്ഞേച്ചുണ്ടല്ലോ കർത്താവിന്റെ കൃപയില്ലാത്ത സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന പെന്തക്കോസ്തുകാരായിരിക്കും. എന്നെ കാണുന്ന ഒരാൾ ഇത് ഊരിയ വ്യക്തിയാണെന്ന് മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയും ഞാൻ പെന്തക്കോസ്തുകാരിയാണ്. ഞാൻ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ, ഞാൻ വണ്ടിയെ കയറുമ്പോൾ ടിക്കറ്റ് എടുത്തു, ബാക്കി കൊടുക്കാനായിട്ട് അയാൾ ബാക്കി തന്നപ്പോ ഇച്ചിരി കൂടുതൽ തന്നു. ഒരു സമയത്ത് അത് തിരിച്ചറിയപ്പെട്ട ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വായിച്ചതാണ്. ഒരു പ്രസിദ്ധനായ ഒരു മനുഷ്യൻ ലീഡ്സിൽ, പഴയ ഒരു കാലത്തെ കാര്യമാണ്, ലീഡ്സിൽ പ്രസംഗിക്കാനായിട്ട് വന്നു. ആ സമയത്ത് ബസ് കണ്ടക്ടറായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ മറ്റേ ഈ ടിക്കറ്റ് ഒന്നും അല്ലല്ലോ അന്ന് ഉണ്ടായിരുന്നത്. ബസ് ടിക്കറ്റിന്റെ പൈസ കൊടുത്തപ്പോ 25 പെനി അയാൾ കൂടുതൽ കൊടുത്തു. ആർക്ക് കൊടുത്തു? ഈ മനുഷ്യന് കൊടുത്തു. ഇത് പ്രസിദ്ധനായ പ്രസംഗകനാണ്. 25 പെനി പ്രസംഗകന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇയാൾ സീറ്റിൽ ചെന്നിരുന്ന് കാശ് എണ്ണി കഴിഞ്ഞപ്പോൾ 25 പെനി കൂടുതലുണ്ട്. 25 പെനി ആദ്യം കിട്ടിയപ്പം അയാൾ വിചാരിച്ചു, അയ്യോ ഇതെനിക്ക് അധികമാണല്ലോ. പിന്നെ ഓർത്ത് സാരില്ല, ദൈവം എനിക്ക് റിവാർഡായിട്ട് തന്നതായിരിക്കും എന്ന് ഓർത്ത് പുള്ളി അത് പോക്കറ്റിൽ വെച്ചു. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അറിയാതെ ഈ മനുഷ്യന്റെ കരം പോക്കറ്റിലേക്ക് പോയിട്ട് ഈ പെനി എടുത്ത് ഈ മനുഷ്യന്റെ കയ്യിലോട്ട്. ആരുടെ കയ്യിലോട്ട്? ഈ ഡ്രൈവറിന്റെ കയ്യിലോട്ട്. ഇയാൾ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവനാണ്. ആദ്യം വിചാരിച്ചു കർത്താവ് എനിക്ക് കിട്ടിയ റിവാർഡാണെന്ന്. പക്ഷെ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ പെനി എടുത്ത് 25 പെനി എടുത്ത് ഈ മനുഷ്യന്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഇവിടെ വന്ന പ്രസംഗകനാണല്ലേ, ഞാൻ നാളെ നിന്റെ കൂടെ ആരാധനയ്ക്ക് ഒന്നിച്ചുണ്ടാകുന്നു. ഇയാളെ അറിയാമായിരുന്നു. ഈ ആളാണോന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഇയാൾ കൊടുത്ത പരീക്ഷണത്തിനുള്ള പൈസയായിരുന്നു 25 കാശ്. നമ്മളെ പരിശോധിക്കുന്നവരുണ്ട്, നമ്മളെ കാണുന്ന ആളുകളുണ്ട്. അവിടെ നമ്മുടെ വിശ്വാസം നമ്മൾ എപ്പോഴും എന്ത് ചെയ്തോണം? വിശ്വാസത്തിന്റെ പരിശോധനയുടെ മുമ്പിൽ നമ്മൾ ക്ലിയർ ആയിരിക്കണം, വിശ്വസ്തരായിരിക്കണം. നമ്മളെ കാണുന്നവർ ആരെ കാണണം? കർത്താവിനെ കാണണം. ഇന്നലെ സംസാരിച്ച ആ മനുഷ്യൻ പറഞ്ഞ ഏക കാര്യം അതാ. പറയുന്ന വിശ്വാസത്തിനനുസരിച്ച് പലരും ജീവിക്കുന്നില്ല. സഹോദര, എങ്ങനെയാണ് നമുക്ക് ഈ വിശ്വാസത്തോട് യോജിക്കാൻ പറ്റുന്നത്? ഒരു കാര്യം, കുഞ്ഞൊരു ദൈവസഭയാണ് നിങ്ങൾ, പുതിയ ആത്മാക്കളാണ് നിങ്ങൾ. എന്നും ഓർക്കണം, എന്നെ കാണുന്നത് എന്റെ കർത്താവിനെയാണ്. മറക്കരുത്. നീ എന്ത് ചെയ്യുന്നെങ്കിലും നിന്നെ കാണുന്നവർ കർത്താവിനെ കണ്ടോണം. നീ പറയുന്ന വാക്കുകളിൽ കർത്താവിനെ ദർശിക്കുന്നത് അതൊരു കാരണവശാലും എവിടെയായിരുന്നാലും കർത്താവിനെ പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലകളായിരിക്കും. ആമേൻ. ദൈവസന്നിധിയിൽ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ട് ചെയ്തിട്ട് പലതും ആമേൻ ദൈവനാമത്തിന് അപമാനമായത് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അതിനേക്കാൾ ഭേദം തിരികല്ല് കെട്ടിയിട്ട് ആറ്റിലിടുന്നതാണ് അല്ലെ? വിശ്വാസത്തിന്റെ പരിശോധന വഴി ആമേൻ. ആ സ്ത്രീയുടെ വിശ്വാസം പരിശോധിക്കപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നയിക്കുട്ടിയ, എനിക്ക് ആ അപ്പം നോക്ക് മതി. ആമേൻ. ഞാൻ മേശയിൽ നിന്ന് കഴിക്കാൻ വന്നവളല്ല,
മേശയ്ക്ക് കീഴെ നിന്ന് കഴിക്കാൻ വന്നതാ, പക്ഷെ അതിന്റെ അകത്ത് ഒരു വ്യത്യാസമില്ല. മേശയ്ക്ക് വച്ചതും മേശയും കീഴെ വീണതും അവൻ തുല്യമായതുകൊണ്ട് അത് കഴിച്ച് ഞാൻ തൃപ്തിപ്പെട്ടോളാം. പൈസയോട് അതിന്റെ അകത്ത് എനിക്ക് വിടുതലുണ്ട്. ദൈവത്തിലെ കർത്താവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ നിനക്ക് കിട്ടിയാലും ദോഷത്തിനല്ല, നന്മയ്ക്കായിരിക്കും. എനിക്ക് എങ്കിൽ കൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ ആത്മീക ജീവിതത്തെ പണിയട്ടെ. ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസൻ ദൈവസഭയ്ക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രിയ ആനന്ദ് പാസ്റ്ററുടെ ആമേൻ അഭാവത്തിലും അദ്ദേഹത്തിനും ഉള്ള സ്നേഹവും വന്ദനവും കൂടെ ഞാൻ ഈ സമയം അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ